Hi all. Workshop Instructor Electronics and Communication exams കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം 5-ാം തീയതി കഴിഞ്ഞു. സോ നമ്മൾ ഇന്ന് അതിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിനി 12th നടക്കാൻ പോകുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സിൻ്റെ എക്സാംസിന് വളരെയധികം യൂസ് ആവും. കാരണം നമുക്കവിടെ കുറേ ടോപ്പിക്സ് കോമൺ ആണല്ലേ. ട്രാൻസിസ്റ്റർ ആയാലും ശരി, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ ഒപ്പാമ്, ഓസിലേറ്റേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, മൈക്രോകൺട്രോളർ അല്ലേ. നമുക്ക് അവിടെയും കുറേ മൊഡ്യൂൾസ് ഏകദേശം സെയിം ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസും ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കത് അടുത്ത എക്സാംസിൽ യൂസ് ആവും. പൊതുവേ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസി ആയിരുന്നു. ചില ക്വസ്റ്റ്യൻസ് മാത്രം ഓപ്ഷൻ കാണുമ്പോൾ ചില കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഈസി ആയിരുന്നു. ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വെച്ചിട്ട് അങ്ങനെ 10 മൊഡ്യൂൾസാണ് നമുക്ക് ഉണ്ടായിരുന്നത്. എല്ലാ മൊഡ്യൂളിനും അതുപോലെ തന്നെ ഏകദേശം ക്വസ്റ്റ്യൻസും ചോദിച്ചിരുന്നു. ഒരു 75-80+ ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. സോ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ കോഡ് A ആണ്. A കോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. An ideal operational amplifier does not have infinite voltage gain, infinite input impedance, infinite output impedance and infinite bandwidth. എന്താണ്? നമുക്കറിയാം ഒരു ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് ഇൻഫൈനൈറ്റ് വോൾട്ടേജ് ഗെയിൻ ആണ്, ഇൻഫൈനൈറ്റ് ഇൻപുട്ട് ഇംപിഡൻസ് ആണ്, ഇൻഫൈനൈറ്റ് ബാൻഡ്വിഡ്ത്തും ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഇൻഫൈനൈറ്റ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഉള്ളതാണ് ആൻസർ അല്ലേ. അപ്പം പറയൂ, ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്താണ്? എന്താണ്? 0 ആണ് അല്ലേ. 0 ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഇവിടെ തെറ്റായിട്ടുള്ളതെന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. Second question. The instruction move C A at A plus DPTR denotes an 8051 instruction in ഏത് അഡ്രസ്സിംഗ് മോഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏത് അഡ്രസ്സിംഗ് മോഡാണ്? 8051. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ്, ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഏതാണിത്? ഇവിടെ ഏതാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ D ആണ് അല്ലേ. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്താണ്? അവിടെ എങ്ങനെയാണ് എക്സാമ്പിൾ? രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിൽ സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഡേറ്റ എന്ന് പറയുന്നത് ഷുഡ് ബി പ്രസന്റ് ഇൻ എ രജിസ്റ്റർ ആയിരിക്കും അല്ലേ. R0 മുതൽ R7 വരെയുള്ള രജിസ്റ്ററിനകത്തായിരിക്കും സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഡേറ്റ എന്ന് പറയുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ മൂവ് A, R5 അല്ലേ. അതുപോലെ തന്നെ മൂവ് R2, 45H അല്ലേ. മൂവ് R0, A ഇതെല്ലാം രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിന് എക്സാമ്പിൾ ആണ് അല്ലേ. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ആണെങ്കിൽ എന്താണ്? സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു 8-bit ഡേറ്റ അല്ലേ വെച്ചിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഈസ് സ്പെസിഫൈഡ് ബൈ യൂസിങ് an 8-bit ഡേറ്റ ഇൻ ദ ഇൻസ്ട്രക്ഷനിൽ തന്നെ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂവ് 80H, R6 അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മൂവ് R2, 45H അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ് ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുണ്ടാവും. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിനകത്ത് എങ്ങനെയായിരിക്കും? സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറയുന്നത് ഗിവൺ ഇൻ ദ രജിസ്റ്റർ ആണ്. ഓക്കെ, സോ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഡ്രസ്സുകളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ? പിന്നെ R0 ആൻഡ് R1 എന്ന് പറഞ്ഞ രജിസ്റ്റേഴ്സ് ആണ് അവിടെ 8-bit വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ R0, R1 രജിസ്റ്റേഴ്സ് ആണ് 8-bit അഡ്രസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ DPTR ആണ് ഡേറ്റ പോയിന്റർ ആണ് 16-bit അഡ്രസ്സിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. അതിൻ്റെ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ്? ഇപ്പോൾ എക്സാമ്പിൾ മൂവ് 0E5H at R0 അല്ലേ. അതുപോലെ മൂവ് at R1, 80H ഇതെല്ലാം രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിന് എക്സാമ്പിൾ ആണ്. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. സോ അഡ്രസ്സിംഗ് മോഡ്സ് നോക്കുക, എല്ലാ ടൈപ്പും എക്സാമ്പിൾസും അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി പോവുക. നെക്സ്റ്റ്, third question. The common collector gain gamma of a bipolar junction transistor is 10.
ഗാമ നമുക്ക് തന്നിട്ടുണ്ട് 10 എന്ന്. ദ വാല്യൂ ഓഫ് ഇറ്റ്സ് കോമൺ ബേസ് കറണ്ട് ഗെയിൻ ആൽഫയാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ആൽഫയും ഗാമയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡയറക്റ്റ് ഇക്വേഷൻ അറിയാമെങ്കിൽ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കും. അറിയാമോ? ഇവിടെ നമുക്കറിയാം എന്താണ്? കോമൺ ബേസ് കറണ്ട് ഗെയിൻ ആണ് ആൽഫ എന്ന് പറയുന്നത്. കോമൺ എമിറ്റർ കറണ്ട് ഗെയിൻ ആണ് ബീറ്റ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഇസ് ഈക്വൽ ടു IC ഡിവൈഡഡ് ബൈ IE ആണ് അല്ലേ. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? IC ഡിവൈഡഡ് ബൈ IB ആണല്ലേ, കോമൺ എമിറ്റർ. ഗാമ എന്ന് പറയുമ്പോൾ കോമൺ കളക്ടർ കറണ്ട് ഗെയിൻ ആണ്. അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എമിറ്റർ, ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസ്, IE ബൈ IB. ഈ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? IE എമിറ്റർ കറണ്ട് IE എന്ന് പറഞ്ഞാൽ IC പ്ലസ് IB അറിയാം. IC പ്ലസ് IB എന്ന് പറയുന്നതാണ് IE. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഗാമ ഇൻ ടേംസ് ഓഫ് ആൽഫയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഗാമ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്നാണ് ഇക്വേഷൻ. ഇല്ലെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഗാമ എന്നാണ് ഇക്വേഷൻ. ഇനിയും ആൽഫയും ബീറ്റയുടെയും ഇക്വേഷൻ എന്താണ്? ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ആണ്. അല്ലെങ്കിൽ ബീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ആണ്. ഈ ഇക്വേഷൻസ് എല്ലാം നോക്കി വെച്ചേക്കാം, നമുക്ക് യൂസ് ആവും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. കോമൺ ബേസ് കറണ്ട് ആൽഫ ഇസ് ഈക്വൽ ടു ഗാമ മൈനസ് 1 ബൈ ഗാമ എന്നുള്ളതാണ്. ഗാമ ഇവിടെ 10 ആണ്. 10 മൈനസ് 1 ബൈ എന്ന് വെച്ചാൽ 9. 9 ബൈ 10 ആൻസർ 0.9 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ സ്പെസിഫിക്കേഷൻ ഓഫ് എ കപ്പാസിറ്റർ? കപ്പാസിറ്ററിന്റെ സ്പെസിഫിക്കേഷൻ അല്ലാത്തത് നോട്ട്, അതൊക്കെ നോക്കിക്കോണം. ഇപ്പൊ നോട്ട് വായിക്കാതെ വാട്ട് ഈസ് റിലേറ്റഡ് ടു ദ സ്പെസിഫിക്കേഷൻ ഓഫ് കപ്പാസിറ്റർ ആദ്യം തന്നെ വാല്യൂ കിടപ്പുണ്ട്, ഓപ്ഷനെ മാർക്ക് ചെയ്യരുത്. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കണം. സോ ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ സ്പെസിഫിക്കേഷൻ വരുന്നതാണ് അല്ലെ, കപ്പാസിറ്റൻസ് വാല്യൂ. പിന്നെ എന്താണ്? ടോളറൻസും വരും, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വരും. ഇല്ലാത്തത് എന്താണ്? പവർ റേറ്റിംഗ് ആണ്. ഇവിടെ ആൻസർ പവർ റേറ്റിംഗ് ആണ്. സോ നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത്. ആ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് എന്തിന്റെ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 555 IC വെച്ചിട്ട് സോ നമ്മൾ എല്ലാ സർക്യൂട്ട് ഡയഗ്രാംസ്, അതായത് അസ്റ്റബിൾ, മൾട്ടി വൈബ്രേറ്റർ, മോണോസ്റ്റബിൾ, ബൈസ്റ്റബിൾ, VCO, PLL, സോ അങ്ങനത്തെ സർക്യൂട്ട് ഡയഗ്രാംസ് എല്ലാം നോക്കി വെച്ചേക്കുക ഒപ്പാമിന്റെ കേസിൽ. സോ ഇവിടെ എന്താണ് ഈ ഫിഗർ? എന്തിന്റെയാണ് ഇത്? മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെയാണ്. നെക്സ്റ്റ്, ഇൻ എ സീരീസ് റെസൊണൻസ് സർക്യൂട്ട് അറ്റ് resonant frequency the current and voltage are എങ്ങനെയായിരിക്കും? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്, 90, 44 ഇൻ ഫേസ്. എന്താണ് റെസൊണൻസ് ഫ്രീക്വൻസിയിൽ? എന്താണ് റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് പർട്ടിക്കുലർ ഫ്രീക്വൻസി പോയിന്റ് അവിടെ എങ്ങനെയായിരിക്കും? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആയിരിക്കും അല്ലെ, റെസൊണൻസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെസൊണൻസ് പോയിന്റിൽ കറന്റ് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ഫേസ് ആണ്. കറന്റ് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ഫേസ് ആണ്. സോ റെസൊണൻസ് ഫ്രീക്വൻസി, ബാൻഡ് വിഡ്ത്ത്, ക്യൂ ഫാക്ടർ, അതെല്ലാം ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് ഇത് കളർ കോഡാണ് അല്ലെ, റെസിസ്റ്ററിന്റെ കളർ കോഡാണ് ഇവിടെ. റെസിസ്റ്റർ ഒരു 4 ബാൻഡ് കളർ കോഡാണ്, ബ്രൗൺ, ബ്ലാക്ക്, റെഡ്. സോ നമുക്കറിയാം എന്താണ് ആദ്യത്തെ 2 വാല്യൂസ്. സെക്കൻഡ് എന്ന് പറയുന്ന ഒരു മൾട്ടിപ്ലയർ ആണ്, തേർഡ് എന്ന് പറയുന്ന മൾട്ടിപ്ലയറിനെ ഡിനോട്ട് ചെയ്യുന്നു, ഫോർത്ത് എന്ന് പറയുന്നത് ടോളറൻസിനെയാണ്. സോ ബ്രൗണിന് കറസ്പോണ്ടിങ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1. ബ്ലാക്ക് ഇസ് 0. നെക്സ്റ്റ് ബ്ലാക്ക് 0 ആണ്. ഇത് മൾട്ടിപ്ലയറിനല്ല ഡിനോട്ട് ചെയ്യുന്നത്, അതായത് 10⁻0 എന്നാണ് നമ്മൾ എഴുതുന്നത്. റെഡ് എന്ന് പറയുന്നത് എന്താണ്? ടോളറൻസ് ആണ്. എത്രയാണ്? +or-2%. സോ നമുക്ക് എന്ത് കിട്ടും? 10 × 10⁻0 മീൻസ് 1 ആണ്, +or-2%. ദാറ്റ് മീൻസ് 10 +or-2% റെഡ്യൂസ് ചെയ്യുന്നു, അതാണ് മിനിമം വാല്യൂ. പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും. 10ന്റെ 2% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.2 ആണല്ലേ. സോ 10 - 0.2 എന്ന് പറയുന്നതാണ് മിനിമം വാല്യൂ. 10 + 0.2 എന്ന് പറയുന്നതാണ് ആ റേഞ്ചിന്റെ മാക്സിമം വാല്യൂ. സോ 10 - 0.2 9.8, 10 + 0.2 10.2. സോ 9.8 10.2 ഓം എന്നാണുള്ളത് ആൻസർ. Next, 8th question. The number of D flip-flops required to implement a mod 6 Johnson counter ആണ് ചോദിച്ചിരിക്കുന്നത്. mod 6 Johnson counter ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് D flip-flops എത്രയാണ്? ഈ നമ്പർ ഓഫ് ഒരു ജോൺസൺ കൗണ്ടർ ജോൺസൺ കൗണ്ടർ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ആവശ്യമായ D flip-flopsന്റെ എണ്ണം എന്ന് പറയുന്നത്
ആ കൗണ്ടറിന്റെ സ്റ്റേറ്റിന്റെ ഹാഫ് ആയിരിക്കും അല്ലെ. ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് ഫോർ എ ജോൺസൺ കൗണ്ടർ ഈസ് ഹാഫ് ദ നമ്പർ ഓഫ് യൂസ്ഡ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, സോ ഇവിടെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്രയാണ്? മോഡ് 6 ജോൺസൺ കൗണ്ടർ ആണ്. സോ ഇത് കൗണ്ട് അപ് ടു 6 സ്റ്റേറ്റ്സ് വരെ കൗണ്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഹാഫ് 6/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ആവശ്യം 3 ആണ്. സോ നമ്പർ ഓഫ് സ്റ്റേറ്റ്സിന്റെ ഡിവൈഡഡ് ബൈ 2 ഹാഫ് ആണ്. So next 9th question, which of the following is a polarized capacitor? ഈ തന്നിരിക്കുന്ന മൈക്ക, സെറാമിക്, ഇലക്ട്രോലൈറ്റിക്, പേപ്പർ, ഈ 4 ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് പോളറൈസ്ഡ് കപ്പാസിറ്റർ? എന്താണ് പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് വെച്ചാൽ അതിന്റെ പൊളാരിറ്റി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. പോസിറ്റീവ്, നെഗറ്റീവ് എന്ന് പറയുന്നത് അതിന്റെ പൊളാരിറ്റി ആ ലീഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ അങ്ങനെയുള്ളത് ഏതാണ്? ഇലക്ട്രോലൈറ്റിക് ആണ് അല്ലെ. ബാക്കി ഒന്നിനും അങ്ങനെ പൊളാരിറ്റി സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ഇവിടെ സ്പെസിഫിക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പൊളാരിറ്റി ഉള്ളത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. സോ പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് ആണ്. നെക്സ്റ്റ് 10th question, the upper cutoff frequency of an RC coupled amplifier is mainly due to upper cutoff frequency, lower cutoff frequency ഉണ്ട്. അതിനിടയിലാണ് എന്താണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് അല്ലേ. സോ ഒരു RC coupled ആംപ്ലിഫയറിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് എന്താണ് ഒരു എമിറ്റർ, ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്, കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്, ഇൻപുട്ടിലും ഉണ്ട് ഔട്ട്പുട്ടിലും ഉണ്ട്, പിന്നെ ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസും ഉണ്ട്. സോ ഇതിൽ ഏതാണ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയെ വേണ്ടിയിട്ട് മെയിൻലി അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് കാരണം ഏതാണ്? ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, സോ ദ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് ആൻ RC coupled amplifier is mainly due to ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് ആണ്. എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ യൂസ് എന്താണ്? എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഇതൊരു ലോ റിയാക്ടൻസ് പാത്ത്, സിഗ്നലിനൊരു ലോ റിയാക്ടൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ യൂസ് എന്ന് പറയുന്നത്, ഇൻപുട്ടിലെ കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് 2 സ്റ്റേജസിൽ തമ്മിലുള്ള കണക്ഷൻ ആണ് അല്ലെ. കണക്ഷൻ ആണ്. അതുപോലെ തന്നെ DC ഇന്റർഫറൻസ് പ്രിവെന്റ് ചെയ്യുന്നു അല്ലെ. സോ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ് ലോഡിലേക്ക് എടുക്കുന്നത് അല്ലെ. ലോഡിന്റെ സൈഡിൽ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ് ഉള്ളത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് ആണ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് കാരണം. സോ ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് ആണ് ആൻസർ. നെക്സ്റ്റ് 11th question, ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വിത്തൗട്ട് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഹാസ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ്. RL, RE, HFE തന്നിട്ടുണ്ട്. സോ നമുക്ക് അതിന്റെ വോൾട്ടേജ് ഗെയിൻ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം എന്താണ് വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ? AV is equal to RL/RE ആണ് അല്ലെ. RL/RE ആണ്. ഇവിടെ RL 100 തന്നിട്ടുണ്ട്, RE 10 തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 100 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും അല്ലെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് 12th, വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ട്രാൻസ്ഫോമറിന്റെ ആപ്ലിക്കേഷൻ ഇതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇംപിഡൻസ് മാച്ചിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ്, പവർ ആംപ്ലിഫിക്കേഷൻ, എനർജി സ്റ്റോറേജ്. ഇതിൽ ഏതാണ് ട്രാൻസ്ഫോമറിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ളത്? ഇംപിഡൻസ് മാച്ചിങ് ആണ് അല്ലെ. ഫ്രീക്വൻസി ഷിഫ്റ്റിങ്ങും പവർ ആംപ്ലിഫിക്കേഷനും എനർജി സ്റ്റോറേജും ഒന്നുമില്ല. ഇംപിഡൻസ് മാച്ചിങ്. വേറെ എന്തെല്ലാം ഉണ്ട് ട്രാൻസ്ഫോമറിന്റെ യൂസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? വോൾട്ടേജ് ലെവൽ കൂട്ടാനും കുറയ്ക്കാനും അല്ലെ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമുക്കറിയാം. വോൾട്ടേജ് ലെവൽ കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ഇംപിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 സർക്യൂട്ട്സിനെ ഇലക്ട്രിക്കലി ഐസൊലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഡിവൈസസ് ആയിട്ടുള്ള വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, പിന്നെ റിലേ, അതൊക്കെ അതിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ AC to DC അല്ലെ, റെക്ടിഫിക്കേഷൻ, AC to DC കൺവേർഷൻ, വോൾട്ടേജ് റെഗുലേറ്റർ, വോൾട്ടേജ് സ്റ്റെബിലൈസർ, പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടാണ് പവർ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതിനെല്ലാം നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. Yes. So next, an amplifier using operational amplifier is shown in below. So the value of V out by V in ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏതാണ് ഇത്? ഇൻവേർട്ടിംഗ് ആണ് അല്ലേ. ഇൻവേർട്ടിംഗ് ആണെങ്കിൽ നമുക്ക് V out by V in ഗെയിൻ ഇക്വേഷൻ അറിയാം. എന്താണ്? -RF ഡിവൈഡഡ് ബൈ R. ഇവിടെ RFന്റെ വാല്യൂ തന്നിട്ടുണ്ട് 10 കിലോ ഓം, Rin തന്നിട്ടുണ്ട് 1 കിലോ ഓം. ദാറ്റ് മീൻസ് -10 ഡിവൈഡഡ് ബൈ 1. സോ -10 എന്ന ആൻസർ കിട്ടും. യെസ്. സോ ഫിഗേഴ്സ് എല്ലാം കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കണം പഠിക്കുമ്പോൾ, ഇനി അടുത്ത എക്സാമിന് റിവൈസ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ്, ദ SFR അഡ്രസ് ഓഫ് B രജിസ്റ്റർ ഇൻ 8051. ഓക്കെ, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ SFR അഡ്രസ് ഓഫ് B രജിസ്റ്റർ 8051 B രജിസ്റ്ററിന്റെ അഡ്രസ് എന്താണ്? 0F0H ആണ് അല്ലെ. 080H എന്തിനാണ്?
പോർട്ട് 0. E0H എന്തിൻ്റെയാണ്? E0 അക്യുമുലേറ്ററിൻ്റെ ആണ് അല്ലേ, അക്യുമുലേറ്ററിൻ്റെ ആണ്. D0H എന്തിൻ്റെയാണ്? D0H പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിൻ്റെ ആണ് അല്ലേ, അതായത് ഫ്ലാഗ് ബിറ്റ്സിനെ ഡിനോട്ട് ചെയ്യുന്ന പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിൻ്റെ ആണ് D0 എന്ന് പറയുന്നത്. H0 പോർട്ട് 0 ആണ്, E0 അക്യുമുലേറ്റർ, F0 ആണ് നമ്മുടെ B രജിസ്റ്റർ. നെക്സ്റ്റ് IC 7476. ഏത് IC ആണ്? 7476 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് അല്ലേ, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. The transistor configuration which has both voltage and current gain. Voltage gain current gain ഉള്ള ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഇതിൽ ഏതാണ്? കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ, ഓൾ ദ എബോവ്. ഏതാണ്? കോമൺ എമിറ്റർ ആണ് അല്ലേ, അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഇവിടെ എല്ലാം വേണ്ടത്. കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, കോമൺ ബേസ് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഫിഗർ, അതിൻ്റെ കറണ്ട് ഗെയിന്, പിന്നെ അതുപോലെ തന്നെ എന്താണ് വോൾട്ടേജ് ഗെയിന്, കറണ്ട് ഗെയിന്, പവർ ഗെയിൻ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ. സോ ഇവിടെ കോമൺ എമിറ്ററിനകത്താണ് വോൾട്ടേജ് ഗെയിൻ ഉണ്ട്, വോൾട്ടേജ് ഗെയിന് ഹൈ ആണ് കോമൺ എമിറ്ററിൽ, കോമൺ കളക്ടറിൽ <1 ആണ്, കോമൺ ബേസിലും ഏകദേശം ഹൈ ആണ് കോമൺ എമിറ്ററിലെ പോലെ തന്നെ. കറണ്ട് ഗെയിനോ? കറണ്ട് ഗെയിൻ എന്ന് പറയുന്നതും കോമൺ എമിറ്ററിൽ ഹൈ ആണ്, കോമൺ കളക്ടറിൽ ഹൈ ആണ്, കോമൺ ബേസിൽ എന്ന് പറയുന്നത് <1 ആണ്. പവർ ഗെയിനോ? വോൾട്ടേജും കറണ്ട് ഗെയിനും ഹൈ ആയതുകൊണ്ട് തന്നെ പവർ ഗെയിനും കോമൺ എമിറ്ററിൽ ഹൈ ആയിരിക്കും അല്ലെ. കോമൺ കളക്ടറിലോ മോഡറേറ്റ് ആയിരിക്കും, കോമൺ ബേസിലും മോഡറേറ്റ് ആയിരിക്കും. സോ അതൊന്ന് ഓർത്ത് വെച്ചേക്കും. സോ ഇവിടെ ആൻസർ കോമൺ എമിറ്റർ. In 17th question, in the instruction move A, at Ri, the register Ri എന്ന് പറയുന്നത് ഇത് ഏതാണ്? ഏത് അഡ്രസ്സിംഗ് മോഡാണ്? നമ്മൾ കണ്ടായിരുന്നു അല്ലേ, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ്? R0 ആൻഡ് R1 മാത്രമേ ഉള്ളൂ. രജിസ്റ്റേഴ്സ് R0 ആൻഡ് R1 ഓൺലി, 8 ബിറ്റിന് വേണ്ടിയിട്ട്. സോ എ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ BJT എന്ന് പറയുന്നത് ഏതാണ്? വോൾട്ടേജ് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ് ആണോ? വോൾട്ടേജ് കൺട്രോൾ കറണ്ട് സോഴ്സ് ആണോ? കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണോ? കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണോ? ഇവിടെ ഏതാണ്? കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ് അല്ലെ. FETയോ? FET ഏതാണ്? FET വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ്. യെസ്, BJT കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ്. CCCS വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ് FET. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following IC is general purpose optocoupler? സോ താഴെ തന്നിരിക്കുന്നതിൽ ജനറൽ പർപ്പസ് ഒപ്റ്റോകപ്ലർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. NE566 ഇത് ഏതാണ്? ഒപ്റ്റോകപ്ലർ ആണോ? ഇത് വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ ആണ് അല്ലെ. NE565 ഏതാണ്? PLL ആണ് അല്ലെ, ഫേസ് ലോക്ക്ഡ് ലൂപ്പ്. പിന്നെ ഏതാണ്? 4N35 ഇതാണ് ജനറൽ പർപ്പസ് ഒപ്റ്റോകപ്ലർ. NE555 ഏതാണ്? 555 ടൈമർ ആണ് അല്ലെ, സിംഗിൾ പ്രിസിഷൻ ടൈമർ ആണ്. So 20th question, in a series resonance circuit at resonance frequency, the current through the capacitor is dash the current through the inductor. Resonance frequency നമ്മൾ പറഞ്ഞു എന്താണ്? XL is equal to XC എന്ന് പറയുന്നതാണ് resonance frequency at a particular frequency point in which XL is equal to XE ആണ്. അപ്പോൾ ഇവിടെ current through a capacitor is equal to current through an inductor ആണ്. So option D ആണ് equal to. Next, a component which opposes sudden change in voltage. Sudden change in voltage നെ oppose ചെയ്യുന്നത് എന്താണ്? Capacitor. The SMPS works on the principle of SMPS, switched mode power supply, base ചെയ്യുന്നത് integral control, phase control, chopper, frequency control. ഏതാണ് ഇവിടെ ആൻസർ? ചോപ്പർ ആണല്ലേ. ചോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചോപ്പർ സ്വിച്ചിങ് ഡിവൈസ് ആണല്ലേ, പവർ കൺട്രോളിലുള്ള സ്വിച്ചിങ് ഡിവൈസ് ആണ് ചോപ്പർ. SMPS അതന്നെ, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. സോ ഇവിടെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ചോപ്പറാണ്. The IE interrupt enable register അല്ലെ, IE register of 8051 എങ്ങനെയാണ്? നോൺ ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ ആണോ, ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ ആണോ, 16 ബിറ്റ് രജിസ്റ്റർ ആണോ, യൂസർ ടു സെറ്റ് ദ പ്രയോറിറ്റീസ് ഓഫ് ഇന്ററപ്റ്റ് ആണോ? അപ്പൊ ഇവിടെ നമുക്ക് 16 ബിറ്റ് അഡ്രസ് അല്ലെന്ന് അറിയാം, 8 ബിറ്റ് ആണ്.
പിന്നെ ഇത് പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, ഇന്ററപ്റ്റ് എനേബിൾ ആണ്, ഇന്ററപ്റ്റിനെ എനേബിൾ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ ഡിയും അല്ല. പിന്നെ നമുക്ക് അറിയേണ്ടത് ബിറ്റ് അഡ്രസ്സബിൾ ആണോ നോൺ ബിറ്റ് അഡ്രസ്സബിൾ ആണോ എന്നുള്ളതാണ് അല്ലെ. സോ ഇന്ററപ്റ്റ് എനേബിൾ എന്ന് പറയുന്നത് ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ ആണ് അല്ലെ. സോ ഇ എ എന്ന് പറയുന്നത് സെൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ്. ഇ എ മസ്റ്റ് ബി സെൻഡ് ടു 1 ഫോർ എനേബിളിംഗ് ഇന്ററപ്റ്റ്. ഇ എ അനുസരിച്ച്, ഇ എയുടെ വാല്യൂ അനുസരിച്ചാണ് ഓരോ ഇന്ററപ്റ്റും എനേബിൾ ചെയ്യുന്നത് അല്ലെ. എനേബിൾ ചെയ്യിക്കുകയാണ്, അല്ലാതെ പ്രയോറിറ്റി അനുസരിച്ച് സെറ്റ് ചെയ്യുകയല്ല. 8 ബിറ്റും ആണ്. സോ ഇത് ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ ആണ്. 24th question. The maximum input voltage and output voltage of IC regulator 7812. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ICസിന്റെ എല്ലാം വോൾട്ടേജസ് ഒക്കെ നോക്കി വെക്കുക, എന്ത് IC ആണെന്നൊക്കെ നോക്കി വെക്കുക. So the maximum input voltage and output voltage of IC regulator എത്രയാണ്? 35 volt and 12 volt ആണ്. Which of the following is an active component? തന്നിരിക്കുന്ന റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ. ആക്റ്റീവ് കമ്പോണന്റ് ട്രാൻസിസ്റ്റർ ആണ്, ബാക്കി മൂന്നും പാസീവ് കമ്പോണൻസ് ആണ്. അറിയാം. ഗ്രേ കോഡ് കറസ്പോണ്ടിങ് ടു ദ ബൈനറി നമ്പർ 1111. ബൈനറി നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ഗ്രേ കോഡ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഗ്രേ കോഡ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? അഡ്ജസന്റ് നമ്പേഴ്സിൽ XOR ഓപ്പറേഷൻ ചെയ്യുകയാണ് അല്ലെ. സോ ഇവിടെ G0, G1, G2, G3 എന്നാണ് ഗ്രേ കോഡിനെ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ G0 എങ്ങനെയാണ്? B0 XOR B1 ആണ് ചെയ്യുന്നത്. ഇതാണ് B0, ഇത് B1, ഇത് B2, ഇത് B3. സോ B0 XOR B1 ചെയ്യുമ്പോൾ നമുക്ക് G0 കിട്ടും. G1 എന്ന് പറഞ്ഞാൽ B1 XOR B2 ആണ്. G2 എന്ന് പറഞ്ഞാൽ B2 XOR B3 ആണ്. G3 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? B3 തന്നെയാണ്. സോ എങ്ങനെയാണ് ഗ്രേയിലേക്ക് കൺവേർഷൻ ചെയ്യുന്നത്? സോ B0 XOR B1 എന്ന് പറയുമ്പോൾ, അതായത് 1ഉം 1ഉം XOR ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. പിന്നെ അടുത്തത് 1 1 ആണ്, XOR ചെയ്യുമ്പോൾ 0 കിട്ടും. പിന്നെ 1 1 XOR ചെയ്യുമ്പോൾ 0 കിട്ടും. ലാസ്റ്റ് B3 തന്നെയാണ് G3. സോ 1. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 1 0 0 0. 27. The tolerance of a resistor with a 3-band color code അല്ലെ. നോ കളർ ആണ്, അപ്പോൾ അവിടെ ടോളറൻസിന് വേണ്ടിയിട്ട്. സോ 3-band കളർ കോഡില് ടോളറൻസിന്റെ എത്രയാണ്? ±20% ആണ്. 28th question. In a series resonance circuit with a quality factor of 10 has a 3 dB bandwidth of 100 kHz. Its resonance frequency in kilohertzലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്? ബാൻഡ്വിഡ്ത്ത് ഇസ് ഈക്വൽ ടു റെസൊണൻസ് ഫ്രീക്വൻസി ബൈ ക്വാളിറ്റി ഫാക്ടർ അല്ലെ. അല്ലെങ്കിൽ റെസൊണൻസ് ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു ബാൻഡ്വിഡ്ത്ത് ഇൻറ്റു ക്വാളിറ്റി ഫാക്ടർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബാൻഡ്വിഡ്ത്തും ക്വാളിറ്റി ഫാക്ടറും തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 10 കിലോഹെർട്സും 10. സോ 10 ഇൻറ്റു 10 10 കിലോഹെർട്സ് അല്ല, 100 കിലോഹെർട്സും 10ഉം 100 ഇൻറ്റു 10 1000 എന്ന് കിട്ടും അല്ലെ. 1000 കിലോഹെർട്സ് ആണ് റെസൊണന്റ് ഫ്രീക്വൻസി. ഓപ്ഷൻ എ ആണ് ആൻസർ. 29th question. Master slave configuration is used in flip-flops to reduce propagation delay, reduce power dissipation, eliminate race around condition, none of them. എവിടെയാണ് നമ്മൾ മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നത്? JK ഫ്ലിപ്പ് ഫ്ലോപ്പിലാണല്ലേ. JK ഫ്ലിപ്പ് ഫ്ലോപ്പില് ജെയുടെ വാല്യൂ J is equal to K is equal to ക്ലോക്ക്, ഇതെല്ലാം 1 ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ടോഗ്ലിംഗ് മോഡിലേക്ക് പോകുന്നു അല്ലേ. നമുക്ക് കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അൺസർട്ടനിറ്റി ഇൻ ഡിറ്റർമിനിങ് ദ ഔട്ട്പുട്ട് ഉണ്ടാകുന്നു. ഇപ്പം J is equal to K is equal to, അതുപോലെ തന്നെ ക്ലോക്കും 1 ആവുന്ന കേസിൽ ടോഗ്ലിംഗ് സംഭവിക്കുന്നു. സോ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അതാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നത്. സോ എലിമിനേറ്റ് റേസ് അറൗണ്ട് കണ്ടീഷൻ. Next, 30th question. Which of the following statement is correct for interrupt priorities in 8051? 8051. 8051 interrupt priority താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എ ഹൈ പ്രയോറിറ്റി ഇൻട്രപ്റ്റ് ക്യാൻ ഇൻട്രപ്റ്റ് എ ലോ പ്രയോറിറ്റി ഇൻട്രപ്റ്റ്. അത് ശരിയാണ് അല്ലെ. ഓൾ ഇൻട്രപ്റ്റ് ആർ ലാച്ച്ഡ് ഇന്റേണലി ആണ് ലാച്ച്. Low priority interrupt wait until 8051 has finished serving the high priority. അപ്പോൾ ഈ എ തന്നെയാണ് സി എന്ന് വേറെ രീതി പറഞ്ഞിരിക്കുന്നത്. ഹൈ പ്രയോറിറ്റി കുറച്ച് എന്താണ് ഇൻട്രപ്റ്റ്സ് വരികയാണെങ്കിൽ അത് ആദ്യം ഹൈ പ്രയോറിറ്റിയെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. അതുവരെ നമ്മൾ ലോ പ്രയോറിറ്റിയോടെ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ലോ പ്രയോറിറ്റിയെ ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. സോ ഇവിടെ A, B, C എല്ലാം കറക്റ്റ് ആണ്. സോ ഓൾ ദ എബോവ് ആണ് ആൻസർ.
Next, 31. The CMRR, common mode rejection ratio of an operational amplifier should be, and the answer, as large as possible. A material with resistivity of rho ohm meter has a length of 1 meter and area of cross section of 1 meter square. So, അതിന്റെ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. റെസിസ്റ്റൻസ് R is equal to resistivity rho into length divided by area എന്ന് പറയുന്നതാണ്. ഇവിടെ ലെങ്ത് 1 മീറ്റർ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആണ്. സോ രണ്ടും 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? റെസിസ്റ്റർ ഇസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി തന്നെ കിട്ടും. സോ ഓപ്ഷൻ എ എന്ന് കിട്ടും. നെക്സ്റ്റ്, ദ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് എ റെസിസ്റ്റീവ് മെറ്റീരിയൽ ആർ ഡബിൾഡ്. ഒരു റെസിസ്റ്റീവ് മെറ്റീരിയലിന്റെ ലെങ്ത്തും റേഡിയസും ഡബിൾ ചെയ്യുന്നു. സോ നമുക്കറിയാം റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ ആണ് അല്ലെ. സോ റെസിസ്റ്റീവ് മെറ്റീരിയൽ ആണ്. സോ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായാലും പൈ ആർ സ്ക്വയർ അല്ലേ, സർക്കിളിന്റെ റേഡിയസ്. സോ പൈ ആർ സ്ക്വയർ അല്ലെങ്കിൽ ആർ സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പൈ ഇല്ലെങ്കിലും ആർ സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെസിസ്റ്റർ എന്ന് പറയുന്നത് റോയെയും എല്ലിനെയും ആർ സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ, ആർ സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ പൈ ഇടുകയാണെങ്കിൽ പൈ ഇട്ട് നോക്കാം, പൈ ഇടാം. സോ ഇവിടെ എന്താണ്, ലെങ്ത്തും റേഡിയസും ഡബിൾ ആവുന്നുണ്ട്. സോ റെസിസ്റ്റൻസ് ആദ്യം എന്താണ്, ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ പൈ ആർ സ്ക്വയർ ആണ്. ഇപ്പൊ നമുക്ക് എന്ത് പറ്റുന്നു, ലെങ്ത് കൂടിയാണ്, ലെങ്ത്തും റേഡിയസും ഡബിൾ ആവുകയാണ്. എൽ എന്ന് പറയുന്നത് 2L ആവുന്നുണ്ട്, റേഡിയസ് എന്ന് പറയുന്നത് 2R ആവുന്നുണ്ട്. 2Rന്റെ സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് റോ ഇൻറ്റു 2L ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 4R സ്ക്വയർ അല്ലെ. സോ ഡിവൈഡഡ് ബൈ 2 വരും അല്ലെ, ഇക്വൽ ടു നമുക്ക് റോ എൽ ബൈ പൈ ആർ സ്ക്വയർ ഒരു 1/2 കൂടെ എക്സ്ട്രാ വരും. ഓൾറെഡി ഉള്ള റെസിസ്റ്ററിന്റെ വാല്യൂ തന്നെ, എന്നിട്ട് എന്ത് ചെയ്യും, അത് ഹാഫ് ആവുകയാണ് അല്ലെ. ന്യൂ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ളതിന്റെ ബൈ 2 ആണ്. സോ റെസിസ്റ്റൻസ് വാല്യൂ ഹാഫ് ആവുകയാണ്. റെസിസ്റ്റിവിറ്റിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? റെസിസ്റ്റിവിറ്റിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. സോ റെസിസ്റ്റൻസ് ഇസ് ഹാഫ് ആൻഡ് ദ റെസിസ്റ്റിവിറ്റി റിമൈൻസ് ദ സെയിം എന്നുള്ളതാണ് ആൻസർ. സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്, റേഡിയസ് ആണ് പറയുന്നതെങ്കിൽ 1/r സ്ക്വയർ ആണ് അല്ലെ. അതുപോലെ റെസിസ്റ്റിവിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആണ്. സോ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ഹൗ മെനി സെലക്ട് ലൈൻസ് ആർ കണ്ടെയ്ൻഡ് ഇൻ എ മൾട്ടിപ്ലെക്സർ വിത്ത് 2048 ഇൻപുട്സ് ഉണ്ട്. അങ്ങനെയാണ് സെലക്ട് ലൈൻസ് എത്ര എന്നാണ് നമുക്കറിയാം. എത്രയാണ്? 2n ഇൻപുട്സ് ഉണ്ടെങ്കിൽ അവിടെ n എന്ന് പറയുന്നത് സെലക്ട് ലൈൻസ് ആണ് അല്ലെ. n എന്ന് പറയുന്നത് സെലക്ട് ലൈൻസ് ആണ്. ഇവിടെ 2048 എന്ന് പറഞ്ഞാൽ എന്താണ്? 2011 ആണ് അല്ലെ. 2048 എന്ന് പറയുന്നത് 2011 ആണ്. അതായത് 211 ഇൻപുട്സ് ഉണ്ട് നമുക്ക്. സോ അവിടെ 11 എന്ന് പറയുന്നതാണ് സെലക്ട് ലൈൻസ്. സോ എത്ര സെലക്ട് ലൈൻസ് ഉണ്ട്? 11 സെലക്ട് ലൈൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രാൻസ്ഫോമർ cannot raise or lower the DC വോൾട്ടേജ് അല്ലെ. ട്രാൻസ്ഫോമറിൽ നമുക്ക് AC ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. AC to DC കൺവേർഷനേ പറ്റുള്ളൂ, അല്ലാതെ DC ഇൻപുട്ടിൽ കൊടുത്തിട്ട് നമുക്ക് അത് റേസ് ചെയ്യാനോ ലോവർ ചെയ്യാനായിട്ടോ സാധിക്കില്ല. അതിന്റെ റീസൺ എന്താണ്? കാര്യം എന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് DC സർക്യൂട്ട് മോർ ലോസ് അല്ല. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വാലിഡ് അല്ല അവിടെ അല്ലെ. DC ആവുമ്പോൾ അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇല്ലല്ലോ, ഫ്ലക്സ് 0 അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് വേണ്ടേ. സോ അതാണല്ലോ അതിന്റെ സെൽഫ് ഇൻഡക്ഷൻ മ്യൂച്വൽ ഇൻഡക്ഷൻസിന്റെ ഒക്കെ അടിസ്ഥാനമായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ, ബേസിക്. സോ DC സർക്യൂട്ട് ആണെങ്കിൽ അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് 0 ആയിരിക്കും. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് വാലിഡ് അല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ DC വോൾട്ടേജിനെ റേസ് ചെയ്യാനും ലോവർ ചെയ്യാനും ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാത്തത്. സോ 36th ക്വസ്റ്റ്യൻ, ഡേറ്റ ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം ടെമ്പറൽ കോഡ് ടു സ്പേഷ്യൽ കോഡ്. ടെമ്പറൽ ടു സ്പേഷ്യൽ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ വെച്ചിട്ടാണ്. സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ്. Next, in an AVR, to set all the bits in a register R2 1, we must OR the register R2 with the register ഉണ്ട് R2 എന്ന് പറഞ്ഞ രജിസ്റ്റർ. അതിൽ എന്തോ വാല്യൂ ഉണ്ട്, അതിലെ എല്ലാ ബിറ്റ്സിനും നമുക്ക് 1 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഏത് വാല്യൂ ആയിട്ടാണ് നമുക്ക് OR ചെയ്യേണ്ടത്? ഏതാണ് ആൻസർ? FFH ആണ് കേട്ടോ. FFH ആണ് ആൻസർ ആയിട്ടുള്ളത്.
സോ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ രജിസ്റ്ററിന്റെ വാല്യൂസ് എല്ലാം 0 ആക്കണമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? 0 ആക്കണമായിരുന്നെങ്കിൽ നമ്മൾ 0 കൊണ്ട് ആൻഡ് ചെയ്യണം. ഓക്കെ, 0 ആക്കണമായിരുന്നെങ്കിൽ നമ്മൾ 0 കൊണ്ട് ആൻഡ് ചെയ്യണം. വാല്യൂ എല്ലാം 1 ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? FF അല്ലെ, FFH കൊണ്ട് നമ്മൾ ഓർ ചെയ്യണം. ഓക്കെ, അതും ഓർത്ത് വെച്ചേക്കും. നെക്സ്റ്റ്, പിന്നെ PLL, when the input is applied and the voltage control oscillator start to change the frequency. അതെന്താണ്? 3 മോഡ്സ് ആണല്ലോ ഉള്ളത്. ഫ്രീ റണ്ണിങ് മോഡ്, ക്യാപ്ചർ മോഡ്, ഫേസ് ലോക്ക്ഡ് സ്റ്റേറ്റ്. സോ ഇൻപുട്ട് കൊടുക്കുന്നതിന് മുമ്പുള്ളതാണ് ഫ്രീ റണ്ണിങ് മോഡ്. ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ VCO എന്ന് പറയുന്നത് ഫ്രീക്വൻസി ചേഞ്ച് ആവുന്നതാണ് ക്യാപ്ചർ മോഡ്. അതിനുശേഷം ഫേസ് ലോക്ക്ഡ് സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ് ആണ് ഫേസ് ലോക്ക്ഡ് സ്റ്റേറ്റ്. സോ ഇവിടെ ഇൻപുട്ട് കൊടുത്തതിന് ശേഷം ഫ്രീക്വൻസി ചേഞ്ച് ആവുന്നത് ക്യാപ്ചർ മോഡ് ആണല്ലോ, ക്യാപ്ചർ മോഡ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അസംബ്ലർ ഡയറക്റ്റീവ് ആണ്? അസംബ്ലർ ഡയറക്റ്റീവ് ആണ്. ORG, ഇൻക്ലൂഡ്, EQ, ഇതെല്ലാം അസംബ്ലർ ഡയറക്റ്റീവ്സ് ആണ്. അല്ലാത്തത് ഏതാണ്? DDR ആണ്. DDR എന്താണ്? ഡേറ്റ ഡയറക്ഷൻ രജിസ്റ്റർ ആണ് അല്ലെ, ഇത് രജിസ്റ്റർ ആണ് അല്ലെ, ഡേറ്റ ഡയറക്ഷൻ രജിസ്റ്റർ ആണ്. അതായത് നമ്മുടെ ഡേറ്റയുടെ പോർട്ട് പിന്നിലേക്കുള്ള ഡേറ്റയുടെ ഡയറക്ഷനെ കോൺഫിഗർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡേറ്റ ഡയറക്ഷൻ രജിസ്റ്റർ അല്ലെ. അതായത് പോർട്ട് പിൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ആയിട്ടാണോ ഔട്ട്പുട്ട് ആയിട്ടാണോ അസൈൻ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുകയാണ് അല്ലെ. ഇപ്പൊ DDR ഇത് 1 ആണെന്നുണ്ടെങ്കിൽ പോർട്ട് പിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആയിരിക്കും. 0 ആണെന്നുണ്ടെങ്കിൽ പോർട്ട് പിൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ആയിരിക്കും. സോ DDR എന്ന് പറയുന്ന രജിസ്റ്റർ ആണ്, അസംബ്ലർ ഡയറക്റ്റീവ് അല്ല. So 40th question, the minimum number of 2 input NAND gates required to realize a half subtractor. ഒരു ഹാഫ് സബ്ട്രാക്ടർ റിയലൈസ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള 2 ഇൻപുട്ട് NAND ഗേറ്റ്സ് ആണ്. ഹാഫ് സബ്ട്രാക്ടർ നമുക്കറിയാം എന്താണ്? അവിടെ 0 0 2 ഇൻപുട്സ് ആണുള്ളത്, AB, ഡിഫറൻസും പിന്നെന്താണ് ബോറോയും 2 ഔട്ട്പുട്ട്സും ആണുള്ളത്. 0 0 0 1 ആണ്, 0 1 1 1 ആണ്, 1 0 1 0 ആണ്, 1 1 0 0 ആണ് അല്ലേ. സോ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് A O XOR B കിട്ടും. ബോറോ എന്ന് പറയുന്നത് A ബാർ B ആയിരിക്കും അല്ലെ. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന് എത്ര NAND ഗേറ്റ്സ് ആണ് ആവശ്യം? 5 ആണ് കേട്ടോ, 5 ആണ്. അപ്പം ഹാഫ് സബ്ട്രാക്ടർ അതുപോലെ തന്നെ ഹാഫ് ആഡർ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് 5 NAND തന്നെയാണ് വേണ്ടത്. ഇനി ഫുൾ സബ്ട്രാക്ടർ ആയിരുന്നെങ്കിലോ? ഫുൾ സബ്ട്രാക്ടർ അല്ലെങ്കിൽ ഫുൾ ആഡർ ആണെങ്കിൽ നമുക്ക് 9 NAND ഗേറ്റ്സ് ആണ് വേണ്ടത്. 2 ഇൻപുട്ട് NAND ഗേറ്റ്സ് 9 എണ്ണം വേണം. ഓക്കെ, അപ്പൊ ഹാഫ് സബ്ട്രാക്ടർ, ഹാഫ് ആഡർ, ഫുൾ സബ്ട്രാക്ടർ, ഫുൾ ആഡർ, അതിന് എത്ര ഇൻപുട്ട്സ് ഉണ്ട്, എത്ര ഔട്ട്പുട്ട്സ് ഉണ്ട്. സോ അത് റിയലൈസ് ചെയ്യാനായിട്ട് NAND NOR ഒക്കെ എത്ര നമ്പേഴ്സ് വേണം എന്നുള്ളത് നോക്കി വെക്കുക. സോ ഇവിടെ ആൻസർ 5 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രോഗ്രാം ആണ് തന്നിട്ടുള്ളത് അല്ലെ, LDI R16 FF out DDRB R16. ഇതെന്താണ് ഈ പ്രോഗ്രാം? ഇതെന്താണ് ചെയ്യുന്നത്? കോൺഫിഗർ പോർട്ട് B ആസ് ഔട്ട്പുട്ട് പോർട്ട് ആണ് അല്ലെ. പോർട്ട് B ഔട്ട്പുട്ട് പോർട്ടായിട്ട് കോൺഫിഗർ ചെയ്യുകയാണ് അല്ലെ. നെക്സ്റ്റ്, 2-bit ഒരു 2-bit പാരലൽ കൗണ്ടർ അറ്റ് 3-bit ജോൺസൺ കൗണ്ടർ ആർ കാസ്കേഡ് ചെയ്യുന്നു. സോ ദ മോഡുലസ് ഓഫ് ദ കാസ്കേഡഡ് കോൺഫിഗറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു കാസ്കേഡഡ് കോൺഫിഗറേഷന്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നത്? ഇൻഡിവിജ്വൽ സ്റ്റേജസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അല്ലേ. സോ ടോട്ടൽ ഫൈനൽ മോഡുലേഷൻ എന്ന് പറയുന്നത്, ഫൈനൽ മോഡുലസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്റ്റേജസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. സോ ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു 2-bit പാരലൽ കൗണ്ടർ ആണ് അല്ലെ. 2-bit പാരലൽ കൗണ്ടറിനകത്ത് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? 2-bit പാരലൽ കൗണ്ടറിന് 4 സ്റ്റേറ്റ്സ് ആണുള്ളത്. 3-bit ജോൺസൺ കൗണ്ടറോ? 3-bit ജോൺസൺ കൗണ്ടർ എന്ന് പറയുന്നത് 2n കൗണ്ടർ ആണ് അല്ലെ. 2n കൗണ്ടർ ആണ്. സോ 3 bits ആണുള്ളത്. സോ 2 × 3 6 ആണുള്ളത് അല്ലെ. 6 സ്റ്റേറ്റ്സ് ആണുള്ളത്. അപ്പൊ 2-bit പാരലൽ കൗണ്ടറിന് 4 സ്റ്റേറ്റ്സും 3-bit ജോൺസൺ കൗണ്ടറിന് 6 സ്റ്റേറ്റും ആണുള്ളത്. ഇവരാണ് കാസ്കേഡ് ചെയ്യുന്നത്. സോ ഫൈനൽ മോഡുലസ്, ടോട്ടൽ മോഡുലസ്, ഫൈനൽ മോഡുലസ് എത്രയാണ്? 4 × 6 എത്ര കിട്ടും? 24 എന്ന് കിട്ടും. Next question, 43. The speed control of DC motor through the interfacing with the 8051 can be accomplished with എങ്ങനെയാണ്? എന്താണ്? PPM ആണോ, PAM ആണോ, PWM ആണോ? PWM ആണ് അല്ലെ. PWM ആണ്. The PLL can be used for phase local loop. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷൻ, ഫ്രീക്വൻസി ഡിവിഷൻ, FM demodulation, all the above. ഇതിലേതാണ്? PLL ഫേസ് ലോക്കൽ ലൂപ്പ് ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷനും ഫ്രീക്വൻസി ഡിവിഷനും FM ഡിമോഡുലേഷനും യൂസ് ചെയ്യും അല്ലെ. സോ ഓൾ ദ എബോവ് ആണ്. PLL VCO
അതിൻ്റെ ഫിഗേഴ്സ്, ആപ്ലിക്കേഷൻസ്, യൂസസ്, മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് എല്ലാം നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. Which one of the following have large code size and less execution time? Subroutine, macro, അതോ subroutine and macro? രണ്ടും എന്താണ്? subroutine programs അല്ലെ, സ്മോൾ പ്രോഗ്രാംസ് ആണ്. ഇവിടെ ലാർജ് കോഡ് സൈസും ലെസ് എക്സിക്യൂഷൻ ടൈമും മാക്രോ ആണ്. ഏതാണ്? മാക്രോ. Next, the phase difference between input and output voltages of a common base transistor amplifier. Common base transistor amplifier ന്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഫേസ് ഡിഫറൻസ് എത്രയാണ്? 0 ഡിഗ്രി ആണ് അല്ലേ. കോമൺ കളക്ടർ ആണെങ്കിലും 0 ഡിഗ്രി തന്നെയാണ്. കോമൺ എമിറ്റർ ആണെങ്കിൽ 180 ഡിഗ്രി ആണ് അല്ലേ. കോമൺ കളക്ടറിലും കോമൺ ബേസിലും 0 ഡിഗ്രിയാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഫേസ് ഡിഫറൻസ്. കോമൺ എമിറ്ററിലാണ് 180 വരിക. അപ്പോൾ അത് നിങ്ങൾ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്താൽ മതി. കോമൺ കളക്ടർ, കോമൺ ബേസ്, കോമൺ എമിറ്ററിന്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്താൽ മതി. നെക്സ്റ്റ്, the CMRR of 741 op-amp is approximately equal to 90 dB. 90 dB ആണ്. Next, 2 amplifiers with voltage gains of 20 dB and 30 dB cascade ചെയ്യുന്നു. ഓവറാൾ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ കാസ്കേഡഡ് കോൺഫിഗറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ DB-യിൽ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നതല്ലേ. DB-യിൽ തന്നിരിക്കുന്നതുകൊണ്ട് ആഡ് ചെയ്യുകയാണ് 50 dB. പ്രൊഫഷണൽ ആൻസർക്കിൽ 600 dB എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ DB-യിലാണെങ്കിൽ നമ്മൾ സാധാരണ ആഡ് ചെയ്യല്ലേ. ഇപ്പൊ 50 dB അല്ലേ ആൻസർ വരിക. So next 49, how many inputs and output does a full adder circuit? ഒരു full adder circuit എത്ര ഇൻപുട്സും എത്ര ഔട്ട്പുട്സും ഉണ്ട്? A, B, പിന്നെ എന്താണ് C in ഉണ്ട്, പിന്നെ ഔട്ട്പുട്ടിൽ എന്താണ് ആഡ് ചെയ്യുന്ന സമ്മും C ഔട്ട്പുട്ടും ഉണ്ട് അല്ലെ, C ഔട്ടും ഉണ്ട്. സോ 3 ഇൻപുട്ടും 2 ഔട്ട്പുട്സും ആണുള്ളത്. 3 ഇൻപുട്സ് ആൻഡ് 2 ഔട്ട്പുട്സ്. ഫിഗേഴ്സ് മസ്റ്റ് ആയിട്ട് നോക്കി പോവുക അടുത്ത എക്സാമിന്. In a sequential circuit, output at any instant of time depends on. ഒരു sequential circuitൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് പ്രസന്റ് ഇൻപുട്ടിനെ മാത്രമാണോ, പാസ്റ്റ് ഔട്ട്പുട്ടിനെ ആണോ, പാസ്റ്റ് ഇൻപുട്ടിനെ ആണോ, പാസ്റ്റ് ഔട്ട്പുട്ട് ആസ് വെൽ ആസ് പ്രസന്റ് ഇൻപുട്ട് ആണോ നമുക്കറിയാം അല്ലേ. sequential circuit output at any instant of time depends on past output as well as present inputഉം ഉണ്ട് അല്ലെ. സീക്വൻഷ്യൽ അടുത്ത ഒരു സ്റ്റേറ്റിന്റെ ഔട്ട്പുട്ട് ആണ് അടുത്ത നെക്സ്റ്റ് സ്റ്റേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. സോ ഓൺ പാസ്റ്റ് ഔട്ട്പുട്ടിനെയും പ്രസന്റ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട്. നെക്സ്റ്റ് 51, crystal oscillator. A crystal oscillator has high output voltage, high efficiency, substantially constant frequency of oscillation, very low DC supply. ഏതാണ് ഇതിൽ നിന്ന് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ? ക്രിസ്റ്റൽ ഓസിലേറ്റർ ഹാസ് സബ്സ്റ്റാൻഷ്യലി കോൺസ്റ്റന്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്റ്റേബിൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിന്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസസ് സ്പ്ലിറ്റ് ടാങ്ക് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് ഏതിലാണ്? ഹാർട്ട്ലി, കോൾപിറ്റ്, RC, വീൻബ്രിഡ്ജ്. സ്പ്ലിറ്റ് ടാങ്ക് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് കോൾപിറ്റ് ഓസിലേറ്റർ ആണല്ലേ. അവിടെ നമുക്കറിയാം ഒരു പാനൽ ഇൻഡക്ടർ ഉണ്ട്, 2 സെന്റർ ടാപ്ഡ് കപ്പാസിറ്റർ ഉണ്ട് അല്ലേ. കപ്പാസിറ്റർ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് അല്ലേ. അപ്പോൾ സെന്റർ ടാപ്ഡ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് വിത്ത് പാരലൽ ഇൻഡക്ടർ ആണ് ഒരു റെസണൻസ് ടാങ്ക് സർക്യൂട്ട് ആയിട്ട് അല്ലെ, ഓസിലേഷന് വേണ്ടിയിട്ടുള്ള റെസണൻസ് ടാങ്ക് സർക്യൂട്ട്. സോ സ്പ്ലിറ്റ് ടാങ്ക് കപ്പാസിറ്റർ ഉള്ളത് കോൾപിറ്റ് ഓസിലേറ്ററിലാണ്. നെക്സ്റ്റ്, നമ്പർ ഓഫ് RC നെറ്റ്വർക്ക് റിക്വയർഡ് ടു ബി കാസ്കേഡഡ് ഇൻ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ എത്ര എണ്ണമാണുള്ളത്? എത്ര സെറ്റ് ആണുള്ളത്? 3 എണ്ണമാണ് അല്ലേ ഉള്ളത്. 3 RC നെറ്റ്വർക്ക്സ്, റെസിസ്റ്റർ കപ്പാസിറ്റർ നെറ്റ്വർക്ക് കാസ്കേഡ് ചെയ്തിരിക്കുകയാണ് RC ഫേസ് ഷിഫ്റ്റിൽ. നെക്സ്റ്റ്, ദ പീസോ ഇലക്ട്രിക് എഫക്റ്റ് ഇൻ എ ക്രിസ്റ്റൽ. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്? പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ, ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ മെക്കാനിക്കലി വൈബ്രേറ്റ്സ് വെൻ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ദ അപ്രോപ്രിയേറ്റ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലേ. അപ്പം ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, ഒരു അപ്രോപ്രിയേറ്റ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ അത് മെക്കാനിക്കലി വൈബ്രേറ്റ് ആണ് ചെയ്യുന്നത്. അതായത് വോൾട്ടേജ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് മെക്കാനിക്കൽ സ്ട്രെസ് ആണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് ഇൻ ക്രിസ്റ്റൽ എന്ന് പറയും. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, വോൾട്ടേജ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് മെക്കാനിക്കൽ സ്ട്രെസ്. നെക്സ്റ്റ് 55th ക്വസ്റ്റ്യൻ. A good differentiator, the time constant RC of the circuit should be much smaller than the time period of the input wave. Correct. The time constant of RC circuit should be much smaller than the time period of the input wave ആണ്. അതുപോലെ തന്നെ the value of XC എന്ന് പറയുന്നത്
capacitive reactance should be 10 or more times larger than R ആണ് at the operating frequency. രണ്ടും ഡിഫറൻഷിയേറ്ററിൽ കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഡിഫറൻഷിയേറ്റർ അതുപോലെ തന്നെ ഇന്റഗ്രേറ്റർ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്താൽ മതി. If a signal passes through an integrator, the amplitude of noise signal എന്ത് സംഭവിക്കും? ഇന്റഗ്രേറ്റർ എന്താണ്? അത് ലോ പാസ് ഫിൽട്ടർ ആണ് അല്ലെ. ലോ പാസ് ഫിൽട്ടർ പോലെയാണ്. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ നോയ്സ് സിഗ്നൽ ഈസ് reduced. If a signal passes through an integrator, the amplitude of noise signals reduced. A Hartley oscillator is commonly used in Hartley oscillator. നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? റേഡിയോ റിസീവേഴ്സിലാണ് അല്ലെ. ഹാർട്ട്ലി, കോൾപിറ്റും എല്ലാം റേഡിയോ റിസീവേഴ്സിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Which of the following is a condition of for oscillation? Oscillation condition നമുക്കറിയാം ബാർക്കോസൻ ക്രൈറ്റീരിയ ആണ്. മോഡുലസ് എ ബീറ്റ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ ആംഗിൾ എ ബീറ്റ എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 360 ഡിഗ്രി ആണെന്നുള്ളതാണ് അല്ലെ. സോ ഇവിടെ അത് ഓപ്ഷനകത്തുനിന്ന് ഫസ്റ്റ് 180 ഡിഗ്രി, ഗെയിൻ അറൌണ്ട് ദ ഫീഡ്ബാക്ക് ലൂപ്പ് 1/3 അല്ല, ഗെയിൻ അറൌണ്ട് ദ ലെസ് ദാൻ, ഇവിടെ എന്താണ്? എ ഫേസ് ഷിഫ്റ്റ് അറൌണ്ട് ദ ഫീഡ്ബാക്ക് ലൂപ്പ് ഓഫ് 0 ഡിഗ്രി അല്ലെ. 0 അല്ലെങ്കിൽ 360 ഡിഗ്രി എന്നുള്ളതാണ് ആൻസർ അല്ലെ. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് 59 ബാർക്കോസൻ ക്രൈറ്റീരിയ ആണ്, നോക്കിയിട്ട് പോകാം. ഡാഷ് ഈസ് എ സ്ക്വയർ വേവ് ജനറേറ്റർ, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, അസ്റ്റബിൾ. അപ്പോൾ ഓൾറെഡി പറഞ്ഞു അതിന്റെ ഫിഗേഴ്സ്, അതിന്റെ യൂസസ് നോക്കണം. മൾട്ടി വൈബ്രേറ്റേഴ്സിന്റെ എല്ലാം, അതുപോലെ തന്നെ ഷിഫ്റ്റ് രജിസ്റ്ററും ഷ്മിറ്റ് ട്രിഗറും. ഓക്കെ, അപ്പം ഡാഷ് ഈസ് എ സ്ക്വയർ വേവ് ജനറേറ്റർ, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ, ബൈസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ. ഏതാണ് സ്ക്വയർ വേവ് ജനറേറ്റർ? അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ആണല്ലേ. അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ സ്ക്വയർ വേവ് ജനറേറ്റർ. മോസ്റ്റ് സ്യൂട്ടബിൾ സർക്യൂട്ട് ജനറേറ്റ് 1 kHz സിഗ്നല് ജനറേറ്റ് ചെയ്യുന്നിട്ടുള്ള മോസ്റ്റ് സ്യൂട്ടബിൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? വീൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് ആണ്. ഓസിലേറ്റേഴ്സും കമ്പാരിറ്റീവ് സ്റ്റഡി മസ്റ്റ് ആയിട്ട് ചെയ്യുക. ഫിഗേഴ്സ് നോക്കുക, ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കുക, ആപ്ലിക്കേഷൻസ് നോക്കുക. ഇൻഡിക്കേറ്റ് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. മോഡുലേഷൻ ഫോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മോഡുലേഷൻ, അപ്പൊ മോഡുലേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിലേതാണ് ഫോൾസ് എന്ന് അറിയാനായിട്ട് പറ്റും. റെഡ്യൂസ് ദ ബാൻഡ്വിഡ്ത്ത് യൂസ്ഡ്. മോഡുലേഷൻ is used to reduce the bandwidth used, separate different transmissions, ensure that intelligence may be transmitted over long distance, allow the use of practical antennas. അല്ലെ, ഇതിലേതാണ് ഫോൾസ്? മോഡുലേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ട്രാൻസ്മിഷൻസ് അല്ലെ, ഡീമൾട്ടിപ്ലെക്സിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ, സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കൽ ആന്റിനസ് അല്ലെ, സൈസ് കുറച്ച് പ്രാക്ടിക്കൽ സൈസിലേക്ക് ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ മോഡുലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ തെറ്റെന്ന് പറയുന്നത് റെഡ്യൂസ് ദ ബാൻഡ്വിഡ്ത്ത് ആണ്. സോ അതാണ് മോഡുലേഷനിനകത്ത് യൂസ് ചെയ്യുന്നതിൽ തെറ്റായിട്ടുള്ളത്. The modulation index of an AM wave is changed from 0 to 1. So transmitted powerൽ ചേഞ്ച് സംഭവിക്കുകയോ പകുതിയാവുകയോ ഇരട്ടിയാവുകയോ ഇൻക്രീസ്ഡ് ബൈ 50% എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം എന്താണ് ട്രാൻസ്മിറ്റഡ് പവർ PT is equal to PC into 1 plus m square by 2 എന്നുള്ളതാണ് ഇക്വേഷൻ, നമുക്കറിയാം അല്ലെ. സോ ഇവിടെ ഫസ്റ്റ് എന്താണ്? മോഡുലേഷൻ ഇൻഡെക്സ് 0 ആവുകയാണ്, അതായത് എമ്മിന്റെ വാല്യൂ 0 ആവുന്നു. സോ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ PT എന്ന് പറയുന്നത് എന്താവും? PC ആവും അല്ലെ, PC ആവും, എമ്മിന്റെ വാല്യൂ 0 ആവും. നെക്സ്റ്റ് സെക്കൻഡ് കേസ് എന്താണ്? m is equal to 1 ആകുമ്പോൾ PT is equal to PC into 1 plus 1 square by 2, that means 1/2. 1 plus 1/2 means 3/2 into PC. അപ്പൊ ആദ്യം PC ആയിരുന്നത് ഇപ്പം 3/2 PC ആയി. എത്രമാത്രം ചേഞ്ച് സംഭവിച്ചു? 3/2 PC മൈനസ് PC, ഇത്രയും ചേഞ്ച് സംഭവിച്ചു. ആദ്യം PC ആയിരുന്നതാണ് 3/2 PC-ലേക്ക് വന്നത്. അപ്പൊ എത്രമാത്രം ചേഞ്ച് സംഭവിച്ചു? 3/2 PC by PC. ചേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡിവൈഡഡ് ബൈ ഫസ്റ്റ് വാല്യൂ, PC-യിൽ നിന്നാണ് 3/2 PC-ലേക്ക് എത്തിയത്, ഇൻറ്റു 100 അല്ലെ. ഇത്രയും ചേഞ്ച് ആണ് സംഭവിച്ചിട്ടുള്ളത്. സോ 3/2 PC മൈനസ് PC എന്ന് പറഞ്ഞാൽ 1/2 PC ആയി, ഡിവൈഡഡ് ബൈ കാരിയർ പവർ ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100/2 50% എന്ന് കിട്ടും അല്ലെ. അപ്പം എത്രമാത്രം ഇൻക്രീസ് സംഭവിച്ചു? PC 3/2 PC ആയി, അത് ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. എത്രമാത്രം ഇൻക്രീസ് സംഭവിച്ചു? പകുതി, 50% ഇൻക്രീസ് സംഭവിച്ചു. നെക്സ്റ്റ് ഇൻ ആൻ AM 63 വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് അല്ലെങ്കിൽ
ബി അല്ലെ. വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ് മോഡുലേഷൻ ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ, ടി വി ബ്രോഡ്കാസ്റ്റിംഗ്, സ്റ്റീരിയോ ബ്രോഡ്കാസ്റ്റിംഗ്, നൺ ഓഫ് ദിസ്. നമുക്കറിയാം അല്ലെ, ടി വി ബ്രോഡ്കാസ്റ്റിംഗ് നമ്മൾ മെയിനായിട്ട് വീഡിയോ സിഗ്നൽസിന് വേണ്ടിയിട്ട് AM-ഉം ഓഡിയോ സിഗ്നൽസിന് വേണ്ടിയിട്ട് FM മോഡുലേഷനുമാണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ AM-ൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ് മോഡുലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ടി വി ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ആൻസർ. In an AM wave, useful power is carried by carrier, sidebands, both sidebands and carrier. ഏതാണ്? സൈഡ്ബാൻഡ്സിലാണ് യൂസ്ഫുൾ പവർ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു സൈഡ് ബാൻഡ് കളഞ്ഞു അല്ലെ, അതുപോലെ തന്നെ ഒരു സൈഡ് ബാൻഡ് ഫുള്ളും മറ്റൊരു സൈഡ് ബാൻഡിന്റെ പകുതിയും, ഇല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ക്യാരിയർ നമുക്ക് സപ്രസ് ചെയ്ത് അയക്കാം, കാരണം അവിടെ യൂസ്ഫുൾ പവർ, മോസ്റ്റ് ഓഫ് ദ പവർ എന്ന് പറയുന്നത് ക്യാരി ചെയ്യുന്നത് സൈഡ് ബാൻഡ്സിലാണ്. സോ പവർ റിക്വയർമെന്റ് കുറയ്ക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സിംഗിൾ സൈഡ് ബാൻഡ്, അതായത് ക്യാരിയറിനെ സപ്രസ് ചെയ്യും, ഒരു സൈഡ് ബാൻഡ് സപ്രസ് ചെയ്തിട്ടൊക്കെയല്ലേ നമ്മൾ അയക്കുന്നത്. സോ ഇൻ ആൻ AM വേവ് യൂസ്ഫുൾ പവർ ഈസ് ക്യാരിഡ് ബൈ സൈഡ് ബാൻഡ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് 65. ഓവർ മോഡുലേഷൻ ഒക്കേഴ്സ് ഇൻ AM when the signal amplitude is, എപ്പോഴാണ് ഓവർ മോഡുലേഷൻ? ഓവർ മോഡുലേഷൻ എപ്പോഴാണ്? The signal amplitude is greater than carrier amplitude ആണ് കേട്ടോ. സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് ഗ്രേറ്റർ ദാൻ കാരിയർ ആംപ്ലിറ്റ്യൂഡ് ആവുമ്പോഴാണ്, അതായത് മോഡുലേഷൻ ഇൻഡെക്സ് M is equal to AM/AC ആണ് നമുക്കറിയാം. ഇതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോഴാണ് ഓവർ മോഡുലേഷൻ എന്ന് പറയുന്നത്. അതായത് AM is greater than AC. ഓക്കെ, സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഗ്രേറ്റർ ദാൻ കാരിയർ ആംപ്ലിറ്റ്യൂഡ് ആവുമ്പോഴാണ് ഓവർ മോഡുലേഷൻ ഒക്കെ ചെയ്യുന്നത്. സോ അപ്പൊ നമുക്ക് കുറച്ച് ഡേറ്റാസ് ലിസ്റ്റ് ഔട്ട് ആയിട്ട് പോകും. നെക്സ്റ്റ്, ദ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഡീവിയേഷൻ ഇൻ FM സിഗ്നൽ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി ഡീവിയേഷന്റെ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഡീവിയേഷൻ ഇൻ FM സിഗ്നൽ. FM സിഗ്നൽ എന്താണ്? നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച്, ആംപ്ലിറ്റ്യൂഡിനെ വേരി ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിക്ക് ചേഞ്ച് സംഭവിക്കുകയാണല്ലോ. സോ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഡീവിയേഷൻ ഇൻ FM സിഗ്നൽ ഡിപ്പെൻഡ്സ് ഓൺ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ആണ്. യെസ്. മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് FM is given by, FM-ന്റെ മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ F/FM ആണല്ലേ. ഫ്രീക്വൻസി ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മോഡുലേഷൻ ഇൻഡെക്സ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which modulator is used for generating double sideband suppressed carrier signal generate ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബാലൻസ്ഡ് മോഡുലേറ്റേഴ്സ് ആണ്. ബാലൻസ്ഡ് മോഡുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. Which of the following modulation techniques is having lowest bandwidth? Lowest bandwidth ഇപ്പൊ നമ്മൾ പറഞ്ഞു, AM FM ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ആകുമ്പോൾ രണ്ട് സൈഡ് ബാൻഡ് കൊണ്ട് കാരിയറിനെ സപ്രസ് ചെയ്യുന്നു. സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ആണെങ്കിൽ എന്താണ്? കാരിയറിനെ സപ്രസ് ചെയ്യുന്നുണ്ട്, രണ്ട് സൈഡ് ബാൻഡ്സ് ഉണ്ട്, അതിലൊന്നിനെയും സപ്രസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സൈഡ് ബാൻഡ് മാത്രമാണ് നമ്മൾ അയക്കുന്നത് അല്ലെ. അപ്പം പവർ കൂടുതൽ ട്രാൻസ്മിറ്റ് ക്യാരി ചെയ്യുന്നത് സൈഡ് ബാൻഡ്സിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ലോവസ്റ്റ് അതെ അല്ലെ ബാൻഡ് വിഡ്ത്ത്. ഇപ്പൊ സിംഗിൾ സൈഡ് ബാൻഡ്സ് മാത്രമേ ടെക്നിക്കലുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ലോവസ്റ്റ് ബാൻഡ് വിഡ്ത്ത് SSBSC ആണ്, സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് FM ഓവർ? ഇപ്പൊ കണ്ടപ്പോൾ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസിലുണ്ട് FM AM കമ്പാരിറ്റീവ്. ഇതാണ് 1-2 കമ്പാരിറ്റീവ് സ്റ്റഡികൾ ചെയ്താൽ മതി. ഒരേപോലെ ഉള്ളതിൻ്റെയൊക്കെ കമ്പാരിറ്റീവ് സ്റ്റഡി, ഒന്നിലില്ലാത്തത് എന്താണ് ഇവിടെ എന്താണുള്ളതെന്ന് നോക്കി കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്താൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കും, ആൻസറും ചെയ്യാനായിട്ട് സാധിക്കും. സോ FM-ന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഇതിലേതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ബെറ്റർ നോയിസ് ഇമ്മ്യൂണിറ്റി ഈസ് പ്രൊവൈഡഡ് FM, അത് കറക്റ്റ് ആണ്. ദ ട്രാൻസ്മിറ്റഡ് പവർ ഈസ് മോർ യൂസ്ഫുൾ FM, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ TVസിൽ ഓഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ FM യൂസ് ചെയ്യുന്നത്. ലോവർ ബാൻഡ്വിഡ്ത്ത് ഈസ് റിക്വയർഡ് അല്ലെ, ലോവർ ബാൻഡ്വിഡ്ത്ത് ഈസ് റിക്വയർഡ് എന്ന് പറയുന്നതാണ് FM-ന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്. ലെസ് മോഡുലേറ്റിംഗ് പവർ ഈസ് യൂസ്ഡ്, ബാക്കിയെല്ലാം ശരിയാണ്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ്. 71. Which of the following blocks is not common in both AM and FM receivers? AM and FM receivers-ൽ കോമൺ അല്ലാത്തത് ഏത് ബ്ലോക്കാണ്? RF ആംപ്ലിഫയർ, മിക്സർ, IF ആംപ്ലിഫയർ. ഇത് IF ജനറേഷൻ സ്റ്റേജ് ആണ് അല്ലെ. RF ആംപ്ലിഫയറും മിക്സറും IF ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ ഏതാണ് ആൻസർ?
സ്ലോപ്പ് ഡിറ്റക്ടർ ആണ്. എന്താണ് സ്ലോപ്പ് ഡിറ്റക്ടർ? എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതായത് എഫ് എം സിഗ്നൽ ടു എ എം കൺവേർഷന് വേണ്ടിയിട്ട്, അതായത് ട്യൂൺഡ് സർക്യൂട്ട് ആണ് അല്ലെ, ഒരു LC ട്യൂൺഡ് സർക്യൂട്ട് ആണ് ഈ സ്ലോപ്പ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഒരു ട്യൂൺഡ് സർക്യൂട്ട് ആണ്, ട്യൂണിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. സോ അതായത് എമ്മിന്റെ എൻവലപ്പിൽ നിന്നുള്ള ഇൻഫോർമേഷൻസിനെ നമ്മളൊരു ഡയോഡും കപ്പാസിറ്ററും വെച്ച് കണക്ട് ചെയ്തിട്ട് ട്യൂൺ ചെയ്തിട്ട് FM സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ട്യൂണിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം FM ഡിറ്റക്ടറിലാണ് സ്ലോപ്പ് ഡിറ്റക്ടർ ഉള്ളത്, FM-ലാണ് ട്യൂണിങ്ങിന് വേണ്ടിയിട്ട് സ്ലോപ്പ് ഡിറ്റക്ടർ ഉള്ളത്. ബാക്കി RF ആംപ്ലിഫയറും മിക്സറും IF എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആണ്. സോ ഇവിടെ ആൻസർ സ്ലോപ്പ് ഡിറ്റക്ടർ ആണ്. Which one of the following statement is correct? Noise has the greatest effect in communication system when it interferes with the signal. എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം? നമുക്കറിയാം ട്രാൻസ്മിറ്റർ ഉണ്ട്, പിന്നെന്താണ് ചാനൽ ഉണ്ട്, റിസീവർ സെക്ഷൻ ഉണ്ട്. ഇപ്പൊ നോയ്സിന്റെ ഗ്രേറ്റസ്റ്റ് എഫക്ട് എപ്പോഴാണ് വരുന്നത്? ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ചാനൽ വഴി പോകുമ്പോഴാണ് അല്ലെ. സോ ഇൻ ദ ചാനൽ. An AM super heterodyne receiver with intermediate frequency of 455 kHz is tuned to the carrier frequency of 1000 kHz. So the image frequency എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ carrier frequency തന്നിട്ടുണ്ട്, FC തന്നിട്ടുണ്ട് 1000 kHz ആണ്. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് 455 kHz ആണ്. സോ നമുക്ക് ഇമേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എന്താണ് ഇമേജ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ? ഇമേജ് ഫ്രീക്വൻസി is equal to carrier frequency plus അല്ലെ 2 into IF ആണ് അല്ലെ, 2 into IF ഫ്രീക്വൻസി ആണ്. സോ ഇമേജ് ഫ്രീക്വൻസി is equal to carrier frequency plus 2 into ഇമേജ് ഫ്രീക്വൻസി ആണ്. സോ ഇവിടെ carrier frequency എന്ന് പറയുന്നത് 1000 ആണ്, ഇന്റർമീഡിയറ്റ് IF ഫ്രീക്വൻസി 455 ആണ്. സോ അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 910 ആയി. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1910 എന്ന് ആൻസർ കിട്ടും. സോ 2 into FI എന്നുള്ളതാണ്. FC plus FI ചെയ്ത് വെക്കരുത്, ഓപ്ഷനകത്തതെല്ലാം ഉണ്ട്. സോ ശ്രദ്ധിച്ച് ചെയ്തോളൂ. Which one of the following are the advantages of FM broadcasting over AM broadcasting? FM broadcastingന്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് ഇതിലേതെന്നാണ്. Which of the following are the advantages of FM broadcasting over AM broadcasting? ഏതൊക്കെയാണ്? Better signal to ratio, not subject to signal fading, power efficiency is superior, demodulation is simple. ഏതൊക്കെയാണ്? FM-ല് ബെറ്റർ സിഗ്നൽ ടു റേഷ്യോയും നോട്ട് സബ്ജക്ട് ടു സിഗ്നൽ ഫേഡിങ്ങും ആണ്. സോ ഓപ്ഷൻ A ആണ്, 1 and 2 ആണ് കറക്റ്റ്. അപ്പൊ നമുക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമല്ല ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അത് പഠിക്കുമ്പോൾ ഉള്ളത് നന്നായിട്ട് പഠിച്ചു പോവുക. High level modulation refers to the modulation process in which എന്താണ് high level modulation എന്ന് പറയുന്നത്? Modulation is done at a high power of carrier and modulating signal. Collector modulation method ആണ് high level modulation. Power amplifiers are used to boost the carrier and modulating signal before modulation. ഇതാണ്, ഇത് എല്ലാം കറക്റ്റ് ആണ് അല്ലേ. ഹൈ ലെവൽ മോഡുലേഷൻ പ്രോസസ് എന്ന് വെച്ചാൽ മോഡുലേഷൻ ഇസ് ഡൺ അറ്റ് ഹൈ പവർ ഓഫ് കാരിയർ ആൻഡ് മോഡുലേറ്റിംഗ് സിഗ്നൽ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പവർ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്, കളക്ടർ മോഡുലേഷൻ മെത്തേഡും ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓൾ ഓഫ് ദം. സോ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ പോയിന്റ്സും പഠിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതുകൊണ്ട് പോകാതിരിക്കാനായിട്ട് മാക്സിമം റിവൈസ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ മാക്സിമം റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. നെക്സ്റ്റ് 76th ക്വസ്റ്റ്യൻ. FM റിസീവേഴ്സ് യൂസിങ് ദ സ്റ്റാൻഡേർഡ് 88 to 108 MHz ബാൻഡ് ആണ്. അതിൻ്റെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എത്രയാണ്? 10.7 ആണ്. AM ആണെങ്കിൽ 455 kHz ആണ്. FM-ല് 10.7 MHz ആണ്. യൂണിറ്റും ശ്രദ്ധിച്ചോളണേ. നെക്സ്റ്റ് 77th ക്വസ്റ്റ്യൻ. Dash of a receiver is its ability to reproduce the exact replica of the transmitted signal at the receiver output അല്ലേ. അപ്പം നമ്മുടെ ട്രാൻസ്മിറ്റർ സിഗ്നലിന്റെ എക്സാക്ട് റെപ്ലിക്ക റിസീവർ ഔട്ട്പുട്ടിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള റിസീവറിന്റെ എബിലിറ്റി ആണ് നമ്മൾ പറയുന്നത് ഫിഡിലിറ്റി. എന്താണ് ഫിഡിലിറ്റി? അപ്പൊ സെൻസിറ്റിവിറ്റി എന്താണ്? സെൻസിറ്റിവിറ്റി എബിലിറ്റി ടു ഐഡന്റിഫൈ ആൻഡ് ആംപ്ലിഫൈ വീക്ക് സിഗ്നൽ ആണ് അല്ലെ. ഐഡന്റിഫൈ ആൻഡ് ആംപ്ലിഫൈ വീക്ക് സിഗ്നൽ ആണ്. ഐഡന്റിഫൈ ആൻഡ് ആംപ്ലിഫൈ വീക്ക് സിഗ്നൽ എന്നുള്ളതാണ് സെൻസിറ്റിവിറ്റി. സെലക്ടിവിറ്റിയോ? സെലക്ടിവിറ്റി എന്താണ്? എബിലിറ്റി ടു അക്സെപ്റ്റ് ഓർ സെലക്ട് ഡിസൈഡ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസി അല്ലെ. നമുക്ക് വേണ്ടതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഓൾ അതർ അൺവാണ്ടഡിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ള എബിലിറ്റിയാണ് സെലക്ടിവിറ്റി. സെലക്ട് ചെയ്യുന്നു, വേണ്ടാത്തതിനെ കളയുന്നു.
സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു ഐഡന്റിഫൈ ആൻഡ് ആംപ്ലിഫൈ വീക്ക് സിഗ്നൽ എന്നുള്ളതാണ് സെൻസിറ്റിവിറ്റി. നോയിസ് ഫിഗർ എന്താണ്? നോയിസ് ഫിഗർ നോയിസ് ഔട്ട്പുട്ട് ഓഫ് ദ ആക്ച്വൽ റിസീവർ ടു നോയിസ് ഔട്ട്പുട്ട് ഓഫ് ദ ഐഡിയൽ റിസീവർ അല്ലെ, അതിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ നോയിസ് ഫിഗർ എന്ന് പറയുന്നത്. ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ നോയിസ് ഔട്ട്പുട്ട് ഓഫ് ദ ആക്ച്വൽ റിസീവർ ടു ദ നോയിസ് ഔട്ട്പുട്ട് ഓഫ് ആൻ ഐഡിയൽ റിസീവർ ആണ് നോയിസ് ഫിഗർ. സോ എല്ലാത്തും ഈ ടേംസ് ഒക്കെ എന്താണെന്ന് നോക്കിയാൽ മതി. സോ ഇവിടെ ഫിഡിലിറ്റി ആണ്, എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് എക്സാക്ട് റെപ്ലിക്ക ഓഫ് ട്രാൻസ്മിറ്റഡ് സിഗ്നൽ അറ്റ് ദ റിസീവർ ഔട്ട്പുട്ട് ഫിഡിലിറ്റി. നെക്സ്റ്റ് പ്രീഎംഫസിസ് ഡിഎംഫസിസ് അത് നോക്കി വെക്കുക. പ്രീഎംഫസിസ് ഇൻ FM സിഗ്നൽ ഇൻവോൾവ്സ് എന്താണ് പ്രീഎംഫസിസ് എന്താണ് ചെയ്യുന്നത്? കംപ്രഷൻ, എക്സ്പാൻഷൻ, ആംപ്ലിഫിക്കേഷൻ ഓഫ് ലോവർ ഫ്രീക്വൻസി കമ്പോണന്റ്, ആംപ്ലിഫിക്കേഷൻ ഓഫ് ഹയർ ഫ്രീക്വൻസി കമ്പോണന്റ്. ആംപ്ലിഫിക്കേഷൻ ആണ് നമുക്കറിയാം അല്ലെ, പ്രീഎംഫസിസ് ബൂസ്റ്റ് ചെയ്യാണ്. എന്തിനാണ്? ആംപ്ലിഫിക്കേഷൻ ഓഫ് ഹയർ ഫ്രീക്വൻസി കമ്പോണൻസ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നലിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. സോ പ്രീഎംഫസിസ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ഹയർ ഫ്രീക്വൻസി കമ്പോണൻസ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ആണ്. ഓപ്ഷൻ ഡി. 79. Which oscillator is used as local oscillator in radio receivers? ലോക്കൽ ഓസിലേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. ഏതാണ്? ഹാർട്ട്ലി ഓസിലേറ്റർ. നെക്സ്റ്റ്, ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ ബിക്കംസ് പുവർ വെൻ ദ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഈസ് എന്താണ്? ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഇമേജ് ഫ്രീക്വൻസി റിജക്ഷനും ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ ബിക്കം പുവർ. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി കുറയുമ്പോഴാണ് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ പുവർ ആവുന്നത്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ എ ആണ്. ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ ബിക്കംസ് പുവർ വെൻ ദ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഈസ് ലോ ആണ്. അപ്പൊ നമുക്കറിയാം എന്താണ് ലോക്കൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി FO ആണെന്ന് വിചാരിക്കുക. സിഗ്നൽ ഫ്രീക്വൻസി FSഉം ഇമേജ് ഫ്രീക്വൻസി ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി IO ആണെങ്കിൽ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സിഗ്നൽ ഫ്രീക്വൻസി പ്ലസ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആണ്. IF എന്ന് എഴുതാം. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആണ്. സോ FSI എന്ന് പറയുന്നത് F0 പ്ലസ് FI ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ FS പ്ലസ് 2FI എന്ന് കിട്ടും. അതായത് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയും ഇമേജ് ഫ്രീക്വൻസി റിജക്ഷനും നമുക്ക് എന്താണ് ഒന്ന് കുറയാണെങ്കിൽ മറ്റേതും കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ലോ ആവുമ്പോഴാണ് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷന് ലോ ആവുന്നത്. ഓക്കെ, എന്താണ് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ? റിസീവറിന്റെ എബിലിറ്റി ടു റിജക്ട് സിഗ്നൽസ് അറ്റ് ദ ഇമേജ് ഫ്രീക്വൻസി അല്ലെ. സോ ആ മെഷർമെന്റ് ദ മെഷർ ഓഫ് എ റിസീവർ എബിലിറ്റി ടു റിജക്ട് സിഗ്നൽസ് അറ്റ് ഇറ്റ്സ് ഇമേജ് ഫ്രീക്വൻസി ആണ് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ മെഷേർഡ് വേരിയബിൾ ടു വിച്ച് ആൻ ഇൻസ്ട്രുമെന്റ് വിൽ റെസ്പോണ്ട് അല്ലെ. ഒരു മെഷേർഡ് വേരിയബിളിലെ സ്മോളസ്റ്റ് ചേഞ്ചിൽ ഇൻസ്ട്രുമെന്റ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്താണ്? ആക്യുറസി ആണോ, പ്രിസിഷൻ ആണോ, റെസൊല്യൂഷൻ ആണോ, സെൻസിറ്റിവിറ്റി ആണോ? എന്താണ്? അതെ, റെസൊല്യൂഷൻ ആണ്. ദ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ എ മെഷറബിൾ വേരിയബിൾ ടു വിച്ച് ആൻ ഇൻസ്ട്രുമെന്റ് വിൽ റെസ്പോണ്ട്. തൊട്ടുമ്പ് നമ്മൾ സെലക്ടിവിറ്റി സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇൻസ്ട്രുമെന്റിന്റെ കേസിൽ ആക്യുറസി, പ്രിസിഷൻ, സെൻസിറ്റിവിറ്റി, റെസൊല്യൂഷൻ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. സോ ദ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ എ മെഷേർഡ് വേരിയബിൾ ടു വിച്ച് ആൻ ഇൻസ്ട്രുമെന്റ് വിൽ റെസ്പോണ്ട് ഈസ് റെസൊല്യൂഷൻ ആണ്. ആക്യുറസി എന്താണ്? എമൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി ഇൻ എ മെഷർമെന്റ് വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് സ്റ്റാൻഡേർഡ് ആണ്. ഒരു അബ്സല്യൂട്ട് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഉള്ള എമൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി അല്ലെ, അതാണ് ആക്യുറസി എന്ന് പറയുന്നത്. പ്രിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം നമുക്ക് എന്താണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ എന്നുള്ളതാണ് പ്രിസിഷൻ കാണിക്കുന്നത്. സെൻസിറ്റിവിറ്റി എന്താണ്? സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് എമൗണ്ട് ആണ് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ എ മെഷർമെന്റ്. ഓക്കെ, സോ അത് എഴുതാൻ നോക്കിയേക്കുക. ഇവിടെ ആൻസർ റെസൊല്യൂഷൻ എന്നുള്ളതാണ് ആൻസർ. Say moving coil galvanometer is mirrored to a DC ammeter by connecting എങ്ങനെയാണ്? By connecting a low resistance across the meter. Next, multimeter is used for the measurement of നമുക്കറിയാം, നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്താണ്. multimeter is used to measure AC DC voltage ഉണ്ട്, both AC and DC current ഉണ്ട്, resistance ഉണ്ട്. ഫ്രീക്വൻസിയും പവറും ഒന്നും മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1, 2 and 3. നെക്സ്റ്റ്, the input impedance of a CRO അല്ലെ, input impedance of a CRO is nearly 1 mega ohm. In a CRT, the highest positive potential is given to CRT കാഥോഡ് റേ ട്യൂബിൽ ഹയസ്റ്റ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ എവിടെയാണ്? ഫോക്കസിങ് ഇലക്ട്രോഡിലല്ല, അത് നെഗറ്റീവ് ആണ്. കാഥോഡ് നെഗറ്റീവ് ആണ്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ
എന്താണ് ആക്സലറേറ്റിംഗ് ആനോഡിലേക്ക് പോകുന്നുണ്ട്. പ്രീ അല്ല, പോസ്റ്റ് ഡിഫ്ലക്ഷന് ശേഷം ആക്സലറേറ്റിംഗ് ആനോഡ് ഉണ്ട്. ഇവിടെയാണ് ഹയസ്റ്റ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ അല്ലെ, ഏറ്റവും റൈറ്റ് അറ്റത്ത്. സോ ഹയസ്റ്റ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ടു പോസ്റ്റ് ഡിഫ്ലക്ഷൻ ആക്സലറേഷൻ ആനോഡാണ്. ഡ്യുവൽ ട്രേസ് CRO, ഡ്യുവൽ ട്രേസ് CROയിൽ എത്ര ബീംസ് ആണ്? ഡ്യുവൽ കണ്ടുകൊണ്ട് 2 ബീംസ് എന്ന് മാർക്ക് ചെയ്യല്ല. ഡ്യുവൽ ട്രേസ് CRO യൂസസ് 1 ബീം ആണ് അല്ലെ, അതായത് 1 ഇലക്ട്രോൺ ബീം യൂസ് ചെയ്തിട്ട് 2 ട്രേസസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡ്യുവൽ ട്രേസ് CRO എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ 1 ബീം ആണ്, ഒരു ബീമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് സെയിം ഇലക്ട്രോൺ ബീം ഈസ് യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് ബോത്ത് ട്രേസസ് അല്ലെ, 2 ട്രേസസ് അല്ലെ, ടു ഡിസ്പ്ലേ 2 ഡിഫറെന്റ് ഇൻപുട്ട് സിഗ്നൽസ് അല്ലെ, 2 ഡിഫറെന്റ് ഇൻപുട്ട് സിഗ്നൽസിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള 2 ട്രേസസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ ബീമാണ് നമ്മൾ ഡ്യുവൽ ട്രേസ് CROയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ എ 1B. In a digital oscilloscope, the analog to digital converters are usually എങ്ങനെയായിരിക്കും? ഡിജിറ്റൽ ഓസിലോസ്കോപ്പിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ആണ് അല്ലെ, ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ആണ്. Which amplifier is used in an electronic multimeter? ഇലക്ട്രോണിക് മൾട്ടിമീറ്ററിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ഇൻ എ 3/2 digit 0 to 1 volt DVM, the most significant bit എന്താണെന്നാണ്. അപ്പൊ 1/2 ഡിജിറ്റില് എങ്ങനെയാണ്? ഇവിടെ നമ്മുടെ ഹാഫ് ഡിജിറ്റ് എന്ന് പറയുന്നതാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അതെ, ഹാഫ് ഡിജിറ്റ് ആണ് നമ്മുടെ ഹാഫ് ഡിജിറ്റ് ആണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. പിന്നെ ഫുൾ ഡിജിറ്റ് അല്ലെ, ഫുൾ ഡിജിറ്റ് ആണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. സോ ഇവിടെ ഹാഫ് ഡിജിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് 0 or 1 ആണ് അല്ലെ. 0 to 9 ആണ് എന്ത്, ഫുൾ ഡിജിറ്റ്സിന് വേണ്ടിയിട്ട്. സോ ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഡിജിറ്റ് ആണ്. ഹാഫ് ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്, 0 or 1 ആണ്. ഏതാണ്? 0 or 1, ഓപ്ഷൻ ബി. 90th question, a moving iron instrument can be used for moving iron instrument DC only, AC only, both DC and AC. ഏതാണ്? മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് DC and AC ആണ്. ഓക്കെ, മൂവിങ് കോയിൽ ആണെങ്കിലോ PMMC ഒക്കെ, മൂവിങ് കോയിൽ ആണെങ്കിൽ ഓൺലി DC ആണ്. മൂവിങ് കോയിൽ ആണെങ്കിൽ ഓൺലി DC ആണ്. ഇലക്ട്രോലൈറ്റിക് മീറ്റർ ആണെങ്കിൽ ഇലക്ട്രോലൈറ്റിക് മീറ്റർ, ഇതെല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ റിവിഷൻ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞു, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇലക്ട്രോലൈറ്റിക് മീറ്റർ ആണെങ്കിൽ ഓൺലി DC ആണ്. ഡൈനാമോ ആണെങ്കിലോ, ഡൈനാമോ ടൈപ്പ് ആണെങ്കിൽ AC ആസ് വെൽ ആസ് DC ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് പോൾ ടൈപ്പ്, ഇൻഡക്ഷൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് പോൾ ടൈപ്പ്, അതുപോലെ തന്നെ ഇൻഡക്ഷൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ AC ഓൺലി ആണ്. ഓക്കെ, സോ ഇവിടെ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റിൽ ബോത്ത് DC ആൻഡ് AC. നെക്സ്റ്റ്, എ മെസ്സേജ് സിഗ്നൽ മേഡ് ഓഫ് മൾട്ടിപ്പിൾ ഫ്രീക്വൻസി കമ്പോണൻസ് ഹാസ് എ മാക്സിമം ഫ്രീക്വൻസി വാല്യൂ 10 kHz. What should be the minimum sampling frequency to sense the information present in this signal ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം എന്താണ്, FS is greater than or equal to 2FM അല്ലേ. FS is greater than or equal to 2FM ആണ്. സോ മാക്സിമം വാല്യൂ FM നമുക്ക് 10 kHz എന്ന് തന്നിട്ടുണ്ട്. സോ FS should be greater than or equal to 2 into 10. That means greater than or equal to 20 kHz ആണ് വരുന്നത്. അതായത് മിനിമം 20 ആണ്, അല്ലെങ്കിൽ 20യെക്കാട്ടിൽ കൂടുതലായിരിക്കണം സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 20 kHz ആണ്. Which of the following pulse modulation system is analog? ഇത് തന്നിരിക്കുന്നതിൽ PAM, DPCM, DM, PCM ഏതാണ് അനലോഗ്? അനലോഗ് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ് അല്ലെ, PAM ആണ്. സോ മോഡുലേഷൻ ടെക്നിക്സ് എല്ലാം നോക്കി വെക്കുക. The bandwidth requirement is high in, എവിടെയാണ് ബാൻഡ്വിഡ്ത്ത് റിക്വയർമെന്റ് ഹൈ? PWM-ലും PPM-ലും, ബോത്ത് PWM ആൻഡ് PPM ആണ്. ഓക്കെ, ഇൻ പാം സിസ്റ്റത്തിലാണെങ്കിൽ, PAM സിസ്റ്റത്തിലാണെങ്കിൽ ട്രാൻസ്മിഷൻ ചാനൽ ബാൻഡ്വിഡ്ത്ത് റിലേസ് ഓൺ ദ പൾസ് വിഡ്ത്ത് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് PWM ആൻഡ് PPM ആണെങ്കിൽ റൈസ് ടൈം ഓഫ് ദ പൾസ് ഇസ് എ ഫാക്ടർ ഓൺ വിച്ച് ട്രാൻസ്മിഷൻ ചാനൽ ബാൻഡ്വിഡ്ത്ത് റിക്വയർഡ് ആണ്, ഡിപ്പെൻസ് ആണ്. അല്ലെങ്കിൽ ബാൻഡ്വിഡ്ത്ത് റിക്വയർമെന്റ് PPM-ലും PWM-ലും ഹൈ ആണ്, PM-നെ കാട്ടിലും. സോ
അവിടെയും PAM, PPM, PWM മൂന്നെണ്ണത്തിൻ്റെയും കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ എല്ലാം നമുക്കെല്ലാം അങ്ങനെ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്താൽ മതി, നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ ഇല്ലാതെ. ഇനിയിപ്പോൾ ലാസ്റ്റ് സമയം റിവിഷൻ ചെയ്യുമ്പോൾ അതുപോലെ ഒരു ടേബിൾ ആക്കിയിട്ടോ പോയിന്റ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടോ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ആവും. അതായത് PAM, PPM, PWM എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റഡി, അതായത് പാരാമീറ്റർ വേരി ആണെങ്കിൽ PAM-ൽ ആംപ്ലിറ്റ്യൂഡാണ്, PWM-ൽ വിഡ്ത്താണ്, PPM-ലാണെങ്കിൽ പൊസിഷനാണ് അല്ലേ. PAM-ലാണ് ആംപ്ലിറ്റ്യൂഡാണ്. ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ ഇമ്മ്യൂണിറ്റി ടുവേഴ്സ് നോയ്സ് ആണെങ്കിൽ PAM-ൽ ലോ ആണ്, ബാക്കി രണ്ടിടത്തും ഹൈ ആണ്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണെങ്കിൽ PAM-ൽ ലോ ആണ്, പിന്നെ PPM-ലാണ് കമ്പാരിറ്റീവ്ലി സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുന്നത് ഹൈ. ഓക്കെ, അങ്ങനെ. സിങ്ക്രണൈസേഷനോ, സിങ്ക്രണൈസേഷൻ PPM-ൽ സിങ്ക്രണൈസേഷൻ എക്സിസ്റ്റ് ആണ്, PAM-ലും PWM-ലും ഇല്ല. PPM-ൽ പൊസിഷൻ വേരി ചെയ്യുന്നതുകൊണ്ട് തന്നെ സിങ്ക്രണൈസേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ബാൻഡ്വിഡ്ത്ത് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് റൈസ് ടൈം പൾസിനെയാണ് PWM-ഉം PPM-ഉം, അതുകൊണ്ട് തന്നെ അവിടെ ബാൻഡ്വിഡ്ത്ത് റിക്വയർമെന്റ് ഹൈ ആണ്. അങ്ങനെ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്താൽ മതി. നെക്സ്റ്റ് കമ്പാൻഡിങ്. നമുക്കറിയാം കമ്പാൻഡിങ് ഇസ് ദ പ്രോസസ് ഓഫ് കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ അല്ലേ, അതുകൊണ്ടാണ് ആ പേര് തന്നെ കമ്പാൻഡിങ്. നെക്സ്റ്റ്, നെയിം ദ മോഡുലേഷൻ ടെക്നിക്സ് വിച്ച് റിക്വയർസ് സിങ്ക്രണൈസേഷൻ. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു സിങ്ക്രണൈസേഷൻ എവിടെയാണ്, PPM-ലാണ് അല്ലേ. പൾസ് പൊസിഷൻ മോഡുലേഷൻ ആണ്. ഇവിടെ പൊസിഷൻ ഓഫ് ദ പൾസ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ സിങ്ക്രണൈസേഷൻ റിക്വയർ ആണ്. ബൈനറി വേവ് ഫോം യൂസ്ഡ് ടു ജനറേറ്റ് BPSK സിഗ്നൽ എൻകോഡ് ചെയ്യുന്നതിനുള്ള ബൈനറി വേവ് ഫോം ഏത് ടൈപ്പാണ്, ബൈപോളാർ നോൺ റിട്ടേൺ ടു സീറോ ഫോർമാറ്റ് ആണ് അല്ലേ. അതായത് 1 1-ന് നമ്മൾ ഹൈ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും, 0 അല്ലേ, ഇത് 1 1 then 0 പിന്നെ 1 1 പിന്നെ ഇവിടെ ആണെങ്കിൽ 0 0 ഇങ്ങനെ ഈ ടൈപ്പാണ് ബൈപോളാർ നോൺ റിട്ടേൺ ടു സീറോ ഫോർമാറ്റ് ആണ് BPSK സിഗ്നലിൽ എൻകോഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, QPSK സിസ്റ്റം യൂസസ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് π/2 π/4 2π ക്വാഡ്രേച്ചർ ആണ്. സോ എന്താണ് ആൻസർ? 97. QPSK സിസ്റ്റം യൂസസ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് π/2 ആണ് അല്ലെ. QPSK എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് PSK ആണ് അല്ലെ. PSK തന്നെയാണ്, ഇൻ വിച്ച് 2 bits ആർ മോഡുലേറ്റഡ് അറ്റ് വൺസ് അല്ലെ. നമ്മുടെ PSK-ൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ 2 bits ഒരുമിച്ച് മോഡുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. 2 bits ആർ മോഡുലേറ്റഡ് അറ്റ് വൺസ് സെലക്ടിങ് 1 of the 4 പോസിബിൾ കാരിയർ ഫേസ് ഷിഫ്റ്റ് ആണ്. ഓക്കെ. Next, 98. The technique used to reduce the sideband power. Sideband power reduce ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക് Gaussian minimum shift keying. Next, 99th question. In BFSK, mark and space respectively represents എന്താണ്? മാർക്ക് ഫ്രീക്വൻസി, സ്പേസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹയർ ഫ്രീക്വൻസി അല്ലെ, അല്ലെങ്കിൽ ലോജിക്കൽ ഹൈ ആണ് നമ്മൾ മാർക്ക് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 1. സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോജിക്കൽ ലോ ആണ് അല്ലെ. ലോവർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലോജിക്കൽ ലോയാണ് നമ്മൾ സ്പേസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ 1 and 0 ആണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ PCM നോയ്സ് ഇസ് മെഷേർഡ് ഇൻ. നോയ്സ് മെഷർ ചെയ്യുന്നത് ഡെസിബലിലാണ്. സോ പൊതുവെ നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആവറേജ് അല്ല, ഈസി തന്നെയായിരുന്നു അല്ലെ. ഈസി തന്നെയായിരുന്നു. അപ്പം പ്രൊഫഷണൽ ആൻസർക്ക് വന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യനിൽ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ചെറിയ വ്യത്യാസം കണ്ടുള്ളൂ. സോ നിങ്ങൾ നോക്കുക, ഗോ ത്രൂ ദിസ്, നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ബേസ് ചെയ്തിട്ട് ഇനിയുള്ള സമയം മാക്സിമം റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. 12th 12ാമത്തെ എക്സാം നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓൾ ദ ബെസ്റ്റ്. Thank you so much.